ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെയിൻ ആയിട്ട് എടുത്തത് ന്യൂമറിക്കലിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ആ ന്യൂമറിക്കലിൽ നമ്മൾ ഏതൊക്കെ നോക്കി ഓർമ്മയുണ്ടല്ലോ? സൊല്യൂഷൻ, ഇലക്ട്രോകെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. നിങ്ങൾ ഇക്വേഷൻ പറയിപ്പിക്കുകയൊക്കെ ചെയ്തു. ഒറ്റ സ്റ്റേജിൽ പറഞ്ഞു, 3 പറഞ്ഞു. ഓക്കെ. അപ്പോൾ അത് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ന്യൂമറിക്കൽസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് സൊല്യൂഷനിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ സൊല്യൂഷനിൽ നിന്ന് നിങ്ങളൊരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഇതിലുണ്ടാവും അല്ലേ? ഓക്കെ. ആ സൊല്യൂഷനിൽ നിന്ന് ന്യൂമറിക്കൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ആദ്യം ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് നമ്മുടെ അല്ലേ? ഓക്കെ. ആ പാസ്റ്റ് ഇയറിൽ നിന്ന് വന്നേക്കുന്ന ഏരിയാസ് നമുക്കൊന്ന് നോക്കാം. രണ്ടും എടുത്ത് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാം കേട്ടോ. പേജ് നമ്പർ 10 എടുക്കാം കേട്ടോ. പേജ് നമ്പർ 10. പേജ് നമ്പർ 10. പേജ് നമ്പർ 10. ജോജസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ന്യൂമറിക്കൽ ക്ലിയർ ചെയ്ത് നോക്കി. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അതിന്റെ പാർട്ടായിട്ടാണ് പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 7 കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ഇപ്പോൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7 ഞാൻ വായിക്കാം. ഇൻ 214.2 gram syrup of a sugar, 34.2 gram sugar within bracket and molecular formula കൊടുത്തിട്ടുണ്ട്. C12H22O11 is present. What will be the molality of a sugar syrup? കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തു വെക്കുക. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കണ്ടേ? നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇക്വേഷൻസ് എഴുതി അല്ലേ? മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഉണ്ടോ? അപ്പൊ ആ ടോപ്പിക്കിൽ നിന്ന് ഒരെണ്ണം ഉണ്ടോ. ഓക്കെ. അങ്ങനെ എല്ലാ ടോപ്പിക്കിന്റെയും ഓരോ ക്വസ്റ്റ്യൻസുകൾ മെയിൻ ആയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ. നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാത്തിന്റെയും കേട്ടോ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 10 ഫാസ്റ്റ് ട്രാക്ക് കേട്ടോ. ഓക്കെ. അതിലെ 7th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തു നോക്കുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഓർത്ത് നോക്കുക. മോളിക്കുലർ മാസ് ഓഫ് ഷുഗർ ഓൾറെഡി ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ആണ് ആദ്യം എഴുതേണ്ടത്. ഒന്ന് പറഞ്ഞു നോക്കി മൊളാലിറ്റിയുടെ ഇക്വേഷൻ. മൊളാലിറ്റി ഓക്കെ ഗ്രാം, അല്ലാതെ ജനറൽ ഇക്വേഷനും എഴുതണം. രണ്ടും എഴുതണം എക്സാമിന്. സോല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം അല്ലേ? ഓക്കെ. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം കേട്ടോ. ഓക്കെ. അപ്പൊ അതൊന്ന് പുറത്തു വെക്കാം. ദെൻ സാറ നമ്മളെ ഫാസ്റ്റ് ട്രാക്കില പേജ് നമ്പർ 10 അതിലെ 7th ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വേഷൻ എഴുതിയില്ലേ? അപ്പൊ എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ. സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ 7th ക്വസ്റ്റ്യൻ. അപ്പോൾ മൊളാലിറ്റി ആണെന്ന് മനസ്സിലായി. അപ്പോൾ സ്മോൾ ലെറ്റർ എം നിങ്ങൾ റെഡിമെയ്ഡ് ഇക്വേഷനിൽ ആദ്യം കേട്ടോ ഓർത്ത് നോക്കുക. ആ ഫുൾ ഇക്വേഷൻസുകൾ എഴുതാൻ നോക്കുക. W2/M2 അല്ലെങ്കിൽ WB/MB ഏത് വേണമെങ്കിലും എഴുതാം. പക്ഷെ എന്താണെന്നൊക്കെ എഴുതണം കേട്ടോ. ഓർത്ത് നോക്കുക. ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA കേട്ടോ. ഓർത്ത് നോക്കുക. ഇൻ ഗ്രാം. ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. മറ്റേ ഇക്വേഷൻ എഴുതണം. എന്തായിരുന്നു? M = നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഈ രണ്ട് ഇക്വേഷൻ എഴുതാം ഫസ്റ്റ്. ദെൻ ഇതിൽ തന്നേക്കുന്നത് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തെഴുതേണ്ടത്. ഫസ്റ്റ് മോളിക്കുലർ മാസ് ഓഫ് ഇവിടെ തന്നേക്കുന്ന ഷുഗർ ആണ് C12H22O11 അല്ലെ? ഓക്കെ. അപ്പോ MB ഓൾറെഡി തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് എടുത്തെഴുതണം കേട്ടോ. ഓക്കെ. ദെൻ C12H22O11 ഓർത്ത് നോക്കുക. ദെൻ അതെങ്ങനെ ചെയ്യാ? 12 × 6 + 1 × 22 അല്ലെ? 1 എന്ന് പറഞ്ഞ മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ ആണ്. പ്ലസ് 11 × 16 അല്ലെ? 16 മോളിക്കുലർ മാസ് ഉണ്ടോ? ഇത് 1. ഓക്കെ. ഇത് 12. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കി. ഇത് ചെയ്യുമ്പോൾ 342 കിട്ടി. MB കിട്ടി. ദെൻ WB മെത്തേഡ് പറയാണ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ചില കുട്ടികൾ നേരെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ പ്രസന്റേഷനും കൂടി കറക്റ്റ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എടുത്തെഴുതുന്നത്. അതല്ലാതെ എന്റെ ആൻസർ അവിടെ കിടപ്പുണ്ട് എല്ലാണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എഴുതുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രസന്റേഷൻ കേട്ടോ. ഓക്കെ. അല്ലാതെ ഈ ഇക്വേഷൻ എനിക്കറിയാം, മറ്റേ ഇക്വേഷൻ അറിയാം, പക്ഷെ എഴുതാതിരിക്കരുത്. എഴുതണം കേട്ടോ. ഓക്കെ. എഴുതണം. ദെൻ നെക്സ്റ്റ് WB ഇവിടെ തന്നിട്ടുണ്ട്. WB എന്താന്ന് എഴുതണം? വെയിറ്റ് ഓഫ് സോല്യൂട്ട് കേട്ടോ. അങ്ങനെ തന്നെ എടുത്തെഴുതണം. WB എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോല്യൂട്ട് ആണ്. വെയിറ്റ് ഓഫ് സോല്യൂട്ട് അവിടെ തന്നിരിക്കുന്നത് 214.2 gram സിറപ്പ് ഓഫ് ഷുഗർ, 34.2 gram ഓഫ് ഷുഗർ ആണ് അതിൽ തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ്സ് മൊളാരിറ്റി എന്നാണ് ആക്ച്വലി ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ സിറപ്പ്
214 ആണ്. അത് ഷുഗർ സൊല്യൂഷൻ എന്നാണ്, അതാണ് WA എന്ന് പറയുന്നത്. അപ്പോൾ WB എന്ന് പറയുന്നത് 34.2 ഗ്രാം. Then WA weight of solvent ആണ്. സിറപ്പ് എന്ന് പറയുന്നത് 214.2. ഉണ്ടോ? ഇപ്പൊ എല്ലാം തന്നിട്ടുണ്ട്. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ജനറൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ആദ്യത്തെ ടോപ്പിക് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയ തന്നെ കണ്ടിന്യൂഷൻ ആണ്, മറക്കരുത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ഉണ്ടോ, ആ ടൈപ്പിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ചെയ്തു ഉണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹെൻറീസ് ലോ അല്ലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം ചെയ്യണം. അത് കഴിഞ്ഞാൽ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഒരെണ്ണം ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാത്തിന്റെയും കുറച്ച് ടൈപ്പുകൾ ചെയ്തു പോകണം കേട്ടോ. ഓക്കെ, അങ്ങനെയാ റിവിഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അല്ലാതെ ഈ ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റിനും ഞാൻ ചെയ്യുന്നു എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്യരുത്. ബാലൻസ്ഡ് ആയിരിക്കണം പഠിക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യരുത്, ബാലൻസ്ഡ് ആയിരിക്കണം. ഇനി നമുക്ക് ഹെൻറീസ് ലോയുടെ ഒക്കെ നോർമലി അത് ന്യൂമറിക്കൽ ഏരിയ എന്ന് പറയുന്നത് വന്നേക്കുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് പോലെയാണ്, അല്ലാതെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഹെൻറീസ് ലോയുടെ ഒന്നും ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഏരിയയിലേക്ക് പോകണം. പേജ് നമ്പർ 13 കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 13 അതിൽ 24th ക്വസ്റ്റ്യൻ. ഓക്കെ, അതാ ശ്രദ്ധിക്കുക, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ ഒന്ന് കാണണം. അതിൽ 3 ചാപ്റ്ററിന്റെ എല്ലാ ഇക്വേഷൻസുകളും അന്ന് വന്നേക്കുന്ന എല്ലാവരും കൊണ്ട് ഇൻഡിവിജ്വലി പറയിപ്പിക്കുക ചെയ്തേ കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വലി പറയിപ്പിച്ചു. അത് ബോർഡിൽ കറക്റ്റ് എല്ലാ ഇക്വേഷനും ഒരുമിച്ച് എഴുതി, മെയിൻ ഇക്വേഷൻസ് എല്ലാം എഴുതി. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ആ ന്യൂമറിക്കൽസിന് വേണ്ടിയിട്ട്, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂമറിക്കൽസ് തന്നെയായിരുന്നു, ഇന്ന് അതിന്റെ ന്യൂമറിക്കൽസ് ചെയ്യുകയാണ്. ആക്ച്വലി 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ഇതാ ഈ പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് കേട്ടോ. അപ്പൊ പേജ് നമ്പർ ഫാസ്റ്റ് ട്രാക്കിലെ 13 13ലെ 24th ക്വസ്റ്റ്യൻ കേട്ടോ. 13ലെ 24th ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 13 അതിൽ 24th ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്ന് വായിച്ചു, ഫിലിപ്പസ് ഒന്ന് വായിച്ചു കേട്ടോ. ഓക്കെ, ഉറക്കനെ വായിച്ചു. ഇതുണ്ടോ? അടിയുള്ളൂ, ഇത് പിടിച്ചോ, തിരിച്ചു തന്നാൽ മതി കേട്ടോ കഴിയുമ്പോ. വീട്ടിലുള്ളതല്ലേ? ഏറ്റവും മുകളിലത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, വായിച്ചു. monomer 60 gram per mole, and the other containing 42.75 gram of substance is in 100 gram of water, respectively. It was observed that both the solutions rose at the same temperature. Calculate the molar mass of the കേട്ടോ. ഓർത്തു, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുക, വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. Visha took 2 aqueous solution, one containing 7.5 gram of urea, within bracket molecular mass already തന്നിട്ടുണ്ട് 60 gram per mole, and the other containing 42.75 gram of substance Z in 100 gram of water respectively. It was observed that both the solution froze at the same temperature. Calculate the molar mass of Z. കേട്ടോ, calculate the molar mass of Z. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം അല്ലെ, ഇതിൽ ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കുക, എങ്ങനെ അറിയാൻ പറ്റും? ഫ്രോസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ അല്ലെ, ഫ്രീസിംഗ് പോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ഫ്രീസിംഗ് പോയിന്റ് അല്ലെ, ഫ്രീസിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ എന്താ സാറാ പറഞ്ഞു? KB ഇൻറ്റു എം ആണോ? KF ഇൻറ്റു എം കേട്ടോ. ഓക്കെ, അപ്പോ KF ഇൻറ്റു എം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത്
മൊളാലിറ്റി ആണോ മോൾ ഫ്രാക്ഷൻ ആണോ മൊളാലിറ്റി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ എഴുതും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണോ ആ ഇക്വേഷൻ ആണ് ഫസ്റ്റ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ എന്റെ അതിൽ ആൻസർ കീയിൽ കാണുന്ന പോലെയല്ല നമ്മൾ എഴുതേണ്ടത്. ആ ഒരു ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് അത് ആദ്യം എഴുതി വെക്കാം. ദെൻ അതിൽ എന്താണ് എന്നുള്ളത് നോക്കി ചെയ്യാൻ നോക്കുക. അപ്പൊ ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. കെ എഫ് ഒക്കെ എന്താണെന്ന് എടുത്തെഴുതണം കേട്ടോ, ഓർത്തുക കേട്ടോ. എല്ലാവരും ഒന്ന് എഴുതിക്കോട്ടോ, കയ്യൊക്കെ ഒന്ന് ഓടട്ടെ കേട്ടോ. ഓക്കെ, അതിൽ ആൻസർ കീ നോക്കാതെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ കേട്ടോ. കെ എഫ് ഇൻറ്റു എം എന്ന് പറയുമ്പോൾ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഗ്രാം. ദെൻ ഓരോന്നായിട്ട് എടുത്തെഴുതുക. അതിൽ എന്താണ് ചോദ്യം, എങ്ങനെയാണ് എന്നുള്ളത് ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് അല്ലെ ഡബ്ല്യു ബി ഏതാണ് അതിൽ തന്നേക്കുന്നത് അവിടെ പറയുന്ന നോക്കിയാൽ അറിയാം. aqueous solution one containing 7.5 gram of urea ഓർത്ത് നോക്കുക, ആൻഡ് അതർ containing 42.75 gram of substance Z in 100 gram of water ഓർത്ത് നോക്കുക. 100 gram water എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. Respectively, it was observed that both the solution flows at the same temperature. Calculate the molar mass of Z ഓർത്ത് നോക്കുക. Calculate the molar mass of Z. ഇപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേക്കുന്നത് ഓർത്ത് നോക്കുക. രണ്ട് കണ്ടീഷൻ കേട്ടോ. KVZ എന്ന് പറയുന്നൊരു സബ്സ്റ്റൻസും അവിടെ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ഏരിയ ആയിട്ട് തന്നെ ഇതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവര് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? സെയിം ടെമ്പറേച്ചർ അല്ലെ, ഫ്രോസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ചോദിച്ചു ഇല്ല, ഡെൽറ്റ ടി എഫ് 2 ആണെങ്കിൽ മറ്റേതിനും 2. ഇതിന്റെ ഡെൽറ്റ ടി എഫ് മുന്നേ കിട്ടുന്നത് 2 ആണെന്ന് എഴുതാം. മറ്റേ ഡെൽറ്റ ടി എഫ് എന്താ തന്നെയാ 2, സെയിം ആണ് കേട്ടോ. ഓർത്തോക്ക സെയിം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് സൊല്യൂഷൻ ആണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് സൊല്യൂഷനിൽ അവര് എടുത്തേക്കുന്ന ശ്രദ്ധിക്കുക, W2 എന്ന് പറയുന്നത് യൂറിയ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ WB അല്ലെങ്കിൽ W2 എന്ന് പറയുന്നത് യൂറിയ ആണ് ഓൾറെഡി തന്നേക്കുന്നത്. 7.5 ഗ്രാം. നല്ല ക്വസ്റ്റ്യൻ ആണത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. 7.5 ഗ്രാം. അടുത്ത ഇതിന്റെ മോളിക്കുലർ മാസ് MB തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് 60 ഗ്രാം എടുത്തു കഴിഞ്ഞു. ദെൻ അതിന്റെ and the other containing 42.75 gram of a substance and Z in 100 gram of water respectively. It was observed. അപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ ആണ് അവർ കൊണ്ടുപോകുന്നത്. ഇത് ഡെൽറ്റ ടി എഫ് 1 എന്ന് പറയാം. ഡെൽറ്റ ടി എഫ് 1 ഓർത്ത് നോക്കാം. ഡെൽറ്റ ടി എഫ് 1 എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഡെൽറ്റ ടി എഫ് 2 രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ ആണ്. ഡെൽറ്റ ടി എഫ് 2 എന്ന് പറയുന്നത് ഇവിടെ ഓർത്ത് നോക്കി, ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ ടി എഫ് 1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് 2, രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഇത് 1 വെച്ച് കൊടുത്തു. ഇതിന്റെ WB ബൈ MB ഇത് ഓൾറെഡി നമുക്ക് അവർ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്തായിരുന്നു WB എന്ന് പറയുന്നത് അല്ലെ? ഈ സിറ്റുവേഷനിൽ WB അവർ തന്നേക്കുന്നത് 42.75 ഗ്രാം ആണ്. 42.75 ഗ്രാം. ഓക്കെ, ദെൻ ഇതിന്റെ MBയും രണ്ടും വാട്ടറിലാണ് അവർ ഡിസോൾവ് ചെയ്തേക്കുന്നത്. 100 ഗ്രാം. ഓക്കെ, ഇവിടെയും WA വെയിറ്റ് ഓഫ് സോൾവെന്റ്. ഓക്കെ, 100 ഗ്രാം. ഇവിടെയും WA 100 ഗ്രാം. ഓർത്തുക എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക്? ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് MB കേട്ടോ. ഓർത്തുക MB അല്ലെങ്കിൽ 2 എന്ന് പറയേണ്ടി വരും. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നേക്കുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷൻ ആണ്. ആദ്യം ഒരു സോൾവെന്റ് എടുത്തു. ആ സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ച്വലി ഇവിടെ യൂറിയ ആണ്. ആക്ച്വലി യൂറിയ അല്ലെ? ഓർത്തുക ഇത് ഓൾറെഡി യൂറിയ ആണെന്ന് തന്നു കഴിഞ്ഞു. ദെൻ അടുത്ത നമുക്ക് അറിയില്ല, ഇതാണ് MB അവർ Z എന്നായിട്ട് പറയുന്നത് അല്ലെ? Z ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ കമ്പയർ ചെയ്ത് ഓർത്ത് വെക്കുക. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും അല്ലെ? ഇതിന്റെ രണ്ട് ഇക്വേഷനും ഈക്വൽ ആയിട്ട് വരും. KF കണ്ടെത്തേണ്ട ആവശ്യം ഇല്ല അല്ലെ? ഓക്കെ, അങ്ങനെ ഇക്വേറ്റ് ഇത് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ പേജ് നമ്പർ 13 കേട്ടോ. 13 ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ് കേട്ടോ. ഓർത്തോ, ക്വസ്റ്റ്യൻ നമ്പർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24.
ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ് കേട്ടോ. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ, ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് 2 ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്ത് എഴുതാം നമുക്ക്. ഡെൽറ്റ ടി എഫ് 1 ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് 2 ആണ്. അപ്പൊ എന്ത് വരും, കെ എഫ് രണ്ടിനെയും സെയിം ആണ്, കെ എഫ് ഇൻറ്റു W2 എന്ന് പറയുമ്പോൾ 7.5 MB 60 then into 1000 divided by WA അല്ലെ. തന്നില്ലെങ്കിലും രണ്ട് സെയിം ആണെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി വരുന്നതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തൊക്കെ പോകും. 42.75 ഗ്രാം. ദെൻ MB എന്ന് പറയുന്ന ഒരു Z ആണ്, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ MB എന്ന് തന്നെ എഴുതാം ഇവിടെ. മോളിക്കുലർ മാസ് ഫൈൻഡ് ചെയ്യാനാണ് MB അല്ലെങ്കിൽ Z എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 100 ആണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി അറിയാം നിങ്ങൾ അല്ലെ, ഒരേപോലെ ഇരിക്കുന്ന ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം നമുക്ക് അല്ലെ. ഓക്കെ, ദെൻ ഇവിടെ ഒരു കെ എഫ് ഉണ്ട്. ചോദിച്ചു W വാട്ടർ സോൾവെന്റ് വായിച്ചു നോക്കിയേ, ഓരോന്ന് വായിച്ചേക്കുന്ന ഒന്നുകൂടി വായിക്കാം. ഇൻ 100 gram ഓഫ് വാട്ടർ, കണ്ടോ നാലാമത്തെ ലൈൻ, 42.75 gram ഓഫ് സബ്സ്റ്റൻസ് ഇസഡ് ഇൻ 100 gram ഓഫ് വാട്ടർ റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ, റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റിനും ഉണ്ട് സെക്കൻഡിനും ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ കേട്ടോ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആണ് വായിക്കേണ്ടത് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണിത്, കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നതാണ്. CBSE 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, 2020 ആണ്. അപ്പോൾ ഒറ്റയടിക്ക് ചോദിക്കുന്നതിന് പകരം ഇവര് എന്ത് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ മോളിക്കുലർ മാസ് ഫൈൻഡ് ചെയ്യാനാണ് MB. ബാക്കിയുള്ളതെല്ലാം ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ MB ഈക്വൽ ടു, അപ്പോൾ എന്താ ചെയ്യും, റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ അല്ലേ, MB ഇതൊക്കെ കട്ടായി പോയി. ഇപ്പോൾ MB ഈക്വൽ ടു 42.75 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 7.5 കേട്ടോ. ഇത് ചെയ്യുമ്പോഴാണ് അവർക്ക് ആൻസർ കിട്ടുന്നത് 342 കേട്ടോ. 342 വന്നാൽ എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? ഏകദേശം കെയിൻ ഷുഗർ ഒക്കെ ആയിരിക്കും അല്ലേ. ഓക്കെ, കെയിൻ ഷുഗർ 342 ആണ്. അപ്പോൾ അത് എഴുതണമെന്നില്ല, MB ആണ്, അതാണ് Z ആയിട്ട് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാ ഇക്വേഷനും നമ്മൾ എഴുതി അല്ലേ. ഓക്കെ, എല്ലാ ഇക്വേഷൻസ് എഴുതി 3 ചാപ്റ്ററിലെയും എല്ലാ ഇക്വേഷനിൽ നിന്നും എല്ലാം ചെയ്യേണ്ടതല്ല, കുറച്ച് എല്ലാ ടൈപ്പുകളിൽ നിന്ന് കുറച്ച് ചെയ്ത് ഇങ്ങനെ കയറ്റിയെടുക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങണം. കാരണം ഇതിൽ ആൻസർ കീ ഉള്ളതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൻസറിലേക്ക് നോക്കും, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, എക്സാമിന് വരുമ്പോൾ ഇത് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് തന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കൈ ഇങ്ങനെ അടച്ചു വെക്കുക, അതെ ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കുക, എന്നിട്ട് നോക്കുക. ഇനി ഇങ്ങനെ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാം, നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കും, ഇപ്പൊ എക്സാം ആണ്, നാളെ എക്സാം ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇന്ന് നമുക്കൊരു 10, 300, 400 ക്വസ്റ്റ്യൻസ് നോക്കണമെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ചേ, 10, 300 ക്വസ്റ്റ്യൻസ് നോക്കണമെങ്കിൽ ഒരു ക്വസ്റ്റിന് 10 മിനിറ്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 100 × 10 എത്രയാവും? 100 ക്വസ്റ്റ്യൻ നോക്കണമെങ്കിൽ എത്രയായിരിക്കും? അല്ലേ, അത്രയും ടൈം എടുക്കും. അപ്പൊ അത് നടക്കൂല. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് തീർക്കണം. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ വീട്ടിൽ പോയിരിക്കുന്നു, അപ്പോൾ ഇതൊക്കെ കുറച്ച് വായിച്ചാണെങ്കിൽ അല്ലേ, ഒട്ടും ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ കുറച്ചൊക്കെ പഠിച്ചതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സാമിന്റെ ദിവസമൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ അടച്ചു ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നണേ, കിട്ടിയില്ലെങ്കിൽ ഓൺ സ്പോട്ട് നോക്കണം. ഓക്കെ, ഓ അത് അങ്ങനെയായിരുന്നു, അത് അങ്ങനെ പോയിട്ട് വീണ്ടും തിരിച്ചു വരണം. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻഡ്യൂഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇത് 2 സൊല്യൂഷൻ ആണ്, ഇങ്ങനെ ആലോചിക്കാൻ പറ്റണം. ഇത് 2 സൊല്യൂഷൻ, അതിന്റെ എന്ത് ഈക്വൽ ആണ്? ഇത് ഈക്വൽ ആണ്. അത് ഈക്വൽ ആണ് എങ്കിൽ ഇത് അല്ലേ. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഓർത്തോക്കെ, അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ടീച്ചേഴ്സിനും എളുപ്പമാണ് ആക്ച്വലി. കണ്ടോ, ഇത് ഫസ്റ്റ് സൊല്യൂഷൻ, മുകളിൽ ഹെഡിങ് ഒക്കെ എഴുതാം, ഫസ്റ്റ് സൊല്യൂഷൻ, സെക്കൻഡ് സൊല്യൂഷൻ അല്ലേ. അതിന് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? മോളിക്കുലർ മാസ് ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ ഇതെല്ലാം തന്നിട്ടുണ്ട്, റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആക്ച്വലി? വാട്ടർ ആണ് 2 സ്ഥലത്തെയും സോൾവെന്റ് 100 ഗ്രാം വെച്ചിട്ടാണ്. അപ്പോൾ ആ ക്വസ്റ്റിന്റെ വ്യൂ കിട്ടി എന്നാ. ഓക്കെ, പിന്നെ അടുത്ത് ഉണ്ടോ? ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിന് എളുപ്പമായിട്ട് തോന്നും കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26 എടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനതൊരു ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഈ കമ്പയർ ചെയ്യുന്ന ടൈപ്പ് CBSE റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാ. അത് 2023 അല്ലെ, 23, 24
ആ ബാച്ചിൽ വന്നേക്കുന്നതാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ 24th വന്നേക്കുന്നതാണ് ലാസ്റ്റ് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കേട്ടോ. ഇതേ ടൈപ്പ് തന്നെ വേറെ രീതിയിൽ ചോദിച്ചേക്കാണ്. ഒന്ന് നിങ്ങൾ ആൻസർ കീയിലേക്ക് ദയവായിട്ട് നോക്കരുത്, അടച്ചു വെക്കാം, എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം കേട്ടോ. ഓക്കെ, ആൻസർ കീ നിങ്ങൾ നോക്കരുത്, അടച്ചു വെക്കണം, എന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് ഓർത്ത് നോക്കാം. എ 5% solution of Na2SO4 .10H2O is isotonic with 2% solution of non-electrolytic non-volatile substance X. Find out the molar weight of X. ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം വായിക്കും പേജ് നമ്പർ 13, ക്വസ്റ്റ്യൻ നമ്പർ 26, പേജ് നമ്പർ 13 കണ്ടോ, അതിലാ കേട്ടോ. ഓക്കെ, എ 5% solution of Na2SO4 .10H2O. ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ എന്താ ആലോചിക്കണം? 5%. ഞാൻ ആലോചിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. 5 gram solute in എന്താണ് ടോട്ടൽ എത്രയുണ്ട്? 100 gram സൊല്യൂഷൻ. ആലോചിച്ചേ, 5 gram solute കേട്ടോ. ഓർത്ത് നോക്കുക, അത് എന്തായിക്കോട്ടെ പെർസെന്റേജ് തരുമ്പോൾ നിങ്ങൾ ഡീകോഡ് ചെയ്യേണ്ടതാ കേട്ടോ. ഓർത്ത് നോക്കുക, ഞാൻ ആൻസറിലേക്ക് ഒന്നിലും അല്ല പോണേ. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ 5% അവർ തന്നിട്ടുണ്ട് ഒരു സൊല്യൂട്ട് അല്ലെ. അപ്പോൾ 5% എന്ന് പറയുമ്പോൾ തന്നെ 5 gram ഡിസോൾഡ് ഇൻ എന്താണ് 100 gram സൊല്യൂഷൻ. അപ്പൊ സോൾവെന്റ് എത്രയുണ്ട്? 95. അപ്പൊ സോൾവെന്റ് 95 ആണ്, 5 gram സൊല്യൂട്ട് ആണ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 100 ആണ് പറയാവൂ ഉണ്ടോ. ഓക്കെ, ഇതാണ് മനസ്സിൽ ആദ്യം വരേണ്ട തോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവിടെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് എത്രയാ? 322. ഈസ് ഐസോട്ടോണിക്. വാട്ട് യു മീൻ ഐസോട്ടോണിക്? സെയിം ഓസ്മോട്ടിക് പ്രഷർ അല്ലെ. ഓർത്ത് നോക്കാം, സെയിം ഓസ്മോട്ടിക് പ്രഷർ സിസ്റ്റം ആൻഡ് അല്ലെ സറൗണ്ടിങ്, അല്ലെങ്കിൽ എന്താ ഒരു സിസ്റ്റവും അനദർ സിസ്റ്റവും തമ്മിൽ സെയിം വന്ന ഐസോട്ടോണിക്. ഐസോട്ടോണിക്കിന് ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു, ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ് ഐസോട്ടോണിക്. ഞാൻ അതാണ് എഴുതേണ്ടത്. ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കാനായിട്ട് വെള്ളം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഒറ്റ വേർഡാണ്. NaCl ആണ്. അതിനെന്താ വിളിക്കാം? സലൈൻ അല്ലേ. സലൈൻ അല്ലേ. ഇഷ്ടംപോലെ സലൈനൊക്കെ ഉണ്ട് അല്ലേ, കണ്ണിലൊക്കെ ഒഴിക്കാനും ഒക്കെ സലൈനാണ് നമുക്ക് തരാം അല്ലേ. ഓക്കെ, എന്താണ് സെയിം ഓസ്മോട്ടിക്? എത്രയത്? ഐസോട്ടോണിക് അല്ലേ. ഓർത്ത് നോക്കാം. അപ്പൊ ഓർത്ത് നോക്കുക, ആ കറക്റ്റ് വാല്യൂ ഓർത്ത് നോക്കണം. ഓർത്ത് നോക്കാം, ആ അത്രയാണ് അല്ലെ. എത്ര പെർസെന്റേജ്? 2% NaCl അല്ലെ ഇൻ വാട്ടർ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ഓർത്ത് നോക്കുക സലൈൻ എന്ന് പറയുമ്പോൾ. ഇനി നെക്സ്റ്റ് ഓർത്ത് വെക്കേണ്ടത്, അപ്പോ ഐസോട്ടോണിക് ആണ് എന്ന് പറഞ്ഞാൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആരായിട്ടാണ്? ഓഫ് നോൺ ഇലക്ട്രോലൈറ്റ് നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ് എക്സ്. ഒരു എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് എക്സ്. എക്സിന്റെ മോളിക്കുലർ വെയിറ്റ് ആണ് അവിടെ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ളത്. ഓർത്ത് നോക്കുക, എക്സിന്റെ മോളിക്കുലർ വെയിറ്റ് ആണ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആദ്യം ശ്രദ്ധിക്കുക, നമ്മള് ഗിവൺ ആയിട്ട് തന്നേക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി ഒന്ന് എടുത്ത് എഴുതിക്കോ കേട്ടോ. ഓർത്ത് നോക്കുക, ഗിവൺ ഓരോന്നായിട്ട് എഴുതി വെക്കുക. ഇത് ഏത് റിലേഷൻ ആണ് ഐസോട്ടോണിക് എന്നൊക്കെ പറയുമ്പോൾ? ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ ടു CRT അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് ടേബിൾ പോലെ ആക്കണം. ഫസ്റ്റ് ഇപ്പൊ രണ്ട് സൊല്യൂഷൻ ആണ്, സൊല്യൂഷൻ 1 സൊല്യൂഷൻ 2, അങ്ങനെ കറക്റ്റ് ആയിട്ട് രണ്ട് ടേബിൾ ആക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. കുറച്ചും കൂടി ഇതുപോലെ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് സൊല്യൂഷൻ 1 കേട്ടോ. ഓർത്ത് നോക്കുക, ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? π1 ഈക്വൽ ടു π2 അല്ലേ. ഓക്കെ, സൊല്യൂഷൻ 1 ആൻഡ് സൊല്യൂഷൻ 2 അല്ലേ. നിങ്ങൾ ഹെഡിങ് കൊടുക്കുമ്പോൾ സൊല്യൂഷൻ 1 ആൻഡ് സൊല്യൂഷൻ 2, π1 ഈക്വൽ ടു π2 ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ സൊല്യൂഷൻ A ആൻഡ് സൊല്യൂഷൻ B രണ്ടും ഈക്വൽ ആണ്. ദെൻ പൈ അല്ലെ 1 ഈക്വൽ ടു എന്തായിരിക്കും? CRT. സി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്. ദെൻ ഇവിടെയും അല്ലെ π2 ഈക്വൽ ടു CRT. ദെൻ ആറും ടി ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും ഡിഫറൻസ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഡിഫറൻസ്? അടുത്ത ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, π1 ഈക്വൽ ടു N1 അല്ലെ VRT അല്ലെ. ദെൻ π2 ഈക്വൽ ടു N2 VRT. ഓക്കെ, ഇങ്ങനെ ഇത്രയും എടുത്ത് എഴുതി വെക്കാം. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്ത് നോക്കാം. ഫസ്റ്റില് അവർ വന്നേക്കുന്നത് എന്തായിരുന്നു ആക്ച്വലി അല്ലെ? ആദ്യത്തെ സൊല്യൂഷന്റെ വെയിറ്റ് ആണ്. N1 എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കാം. π1 is equal to WB divided by MB into RT by V. Okay, then WB already തന്നിട്ടുണ്ട്. WB എന്താണെന്ന് എടുത്ത് എഴുതി വെക്കാം. 5 gram ആണ് അല്ലെ. 5 gram 5 gram തന്നിട്ടുണ്ട്.
MB എന്ന് പറഞ്ഞിട്ട് അല്ലെ മോളിക്കുലർ മാസ് 322 ഓൾറെഡി തന്നിട്ടുണ്ട്. 322 നിങ്ങൾ എടുത്ത് എഴുതുമ്പോൾ സ്റ്റെപ്പായിട്ട് തന്നെ എടുത്ത് എഴുതി കഴിഞ്ഞിട്ടാണ് പുറത്തു വെക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വാൻ ഹോ ഫാക്ടർ ആണ്. കാരണം എന്താ, സോൾട്ടുകൾ, ലോകത്തിൽ സോൾട്ടുകളൊക്കെ തന്നാൽ എന്ത് കണ്ടെത്തണം? വാൻ ഹോ ഫാക്ടർ. അപ്പോ വാൻ ഹോ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഇവിടെ I ഇൻറ്റു അല്ലെ ICRT എന്ന് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇത് വാൻ ഹോ ഫാക്ടർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തത്? സോൾട്ട് ആണത് അല്ലെ. സോൾട്ട് വെള്ളത്തിലിട്ട് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. ഇവിടെ എത്രയായിരിക്കും അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? Na2SO4 ആണ്. Na2SO4 ആണ്. വാട്ടർ എടുക്കാൻ പാടില്ല കേട്ടോ, ഡോട്ട് ഉള്ളത് എടുക്കണ്ട. അപ്പൊ Na2SO4 സ്പ്ലിറ്റിംഗ് നോക്കിയേ, Na2SO4 ഇത് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ 2Na പ്ലസ് എന്തായി മാറും? SO4 2-. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ ഇവിടത്തെ 2ഉം ഇവിടത്തെ 1ഉം. അപ്പൊ ടോട്ടൽ എത്ര I ആയി? I is equal to 3. ഓർത്തോ, I is equal to 3 ആണ്. I equal to 3. I is equal to 3. ഇല്ല, വോളിയം അവരൊന്നും തന്നിട്ടില്ല കേട്ടോ, ഓർത്ത് നോക്കുക. ഫൈൻഡ് ഔട്ട് ദ മോളിക്കുലർ വെയിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, ഐസോട്ടോണിക് എന്നാണ് പറയുന്നത്. ഓക്കെ, വോളിയം അവർ തന്നിട്ടില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി വോളിയം തന്നിട്ടില്ലെങ്കിൽ മൊളാരിറ്റി വെച്ച് തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക അല്ലേ. ഓക്കെ, മൊളാരിറ്റി വെച്ച് തന്നെയാണ് എടുത്ത് പോവുക. അപ്പൊ സെയിം വോളിയം ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. സെയിം വോളിയം കേട്ടോ, ഓർത്ത് നോക്കാം. ബ്രാക്കറ്റിൽ അപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യുക സെയിം വോളിയം ആണ് എന്നുള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. സെയിം വോളിയം. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? പൈ ഈക്വൽ ടു I എന്ന് പറഞ്ഞ 3 ആണ്. 3 ഇൻറ്റു ഇവിടെ തന്നേക്കുന്നത് 5/20 322 അല്ലേ ഓൾറെഡി തന്നേക്കുന്നത് 322 ഇൻറ്റു RT/V. ഓർത്ത് നോക്കാം, RT/V. അപ്പോൾ സെയിം ടെമ്പറേച്ചർ, ഐസോട്ടോണിക് എന്ന് പറയുന്ന സമയത്ത് ഇത് രണ്ടും ഒരേ കാറ്റഗറൈസേഷൻ ആയിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ സെയിം ടെമ്പറേച്ചർ ആൻഡ് സെയിം വോളിയം എന്നുള്ള രീതിയിൽ തന്നെ മെൻഷൻ ചെയ്ത് വെക്കേണ്ടി വരും. Then ഈ ഏരിയയിൽ സെക്കൻഡ് സൊല്യൂഷൻ ആകെ എന്താ തന്നേക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2% സൊല്യൂഷൻ ഓഫ് എ നോൺ ഇലക്ട്രോലൈറ്റിക് നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ് എക്സ്. ആകെ തന്നേക്കുന്നത് 2% എന്നുള്ളൊരു കാര്യം മാത്രമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ 2% എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? 2 gram in 100 gram ഓഫ് സൊല്യൂഷൻ അല്ലേ, ഓർത്ത് നോക്കാം. അപ്പോൾ രണ്ടും എന്താണ്? ഒരേ വോളിയം എന്തായിട്ട് എടുക്കണം അല്ലേ, സെയിം വോളിയം സെയിം ആയിട്ട് എടുക്കാം അല്ലേ. നമുക്ക് എന്താണ് പെർസെന്റേജ് അല്ലേ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിം വോളിയം എഴുതാം രണ്ടിന്, അല്ലെങ്കിൽ എന്ത് എഴുതാം? വോളിയം 100 ആക്കി എടുക്കാം നമുക്ക് അല്ലെ, ഓർത്ത് നോക്കുക. കാരണം വോളിയം അവിടെ സെയിം ആയിട്ടാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് നോക്കുക, ഒന്നാൽ സെയിം വോളിയം എഴുതാം രണ്ടിനും, അല്ലെങ്കിൽ ഇവിടെ ഈ ഇക്വേഷനിൽ W2 എന്ന് പറയുമ്പോൾ 2 gram. അപ്പോൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ π2 ഇത് ഡിസോസിയേഷൻ ആണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ π2 ഈസ് ഈക്വൽ ടു നമ്മുടെ നേരത്തെ ഇക്വേഷൻ ആണ് 2 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു RT/V. ഈ RT/V രണ്ടുപേർക്കും സെയിം ആയിട്ട് എടുക്കണം. കണ്ടോ, ഓർത്ത് നോക്ക്. ഇത്രയും ആണിത് കണ്ടോ, ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇത് രണ്ടും ഇത് കണ്ടോ, ഇവിടെ π1 ആണ്, അത് π2 ആണ്. π1 ഈക്വൽ ടു π2 എന്നാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞത് അല്ലെ. π1 ഈക്വൽ ടു π2. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 3 ഇൻറ്റു 5/322 ഇൻറ്റു RT/V ഈക്വൽ ടു 2/MB ഇൻറ്റു RT/V. ഓർത്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ എഴുതി ചെയ്ത് നോക്കണം കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലാതെ ഇതിൽ ആൻസർ കീലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നും, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ, ഓർത്ത് നോക്കുക അല്ലെ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കണമെന്ന് എനിക്കൊരു സന്തോഷമാണ് ആക്ച്വലി. ഇപ്പൊ ഇയാൾ ചോദിച്ചു അല്ലേ, വോളിയം തന്നിട്ടുണ്ടോ അല്ലെ, നേരത്തെ അത് ചോദിച്ചു. അങ്ങനെ വരണം, അല്ലെങ്കിൽ നമുക്കത് വരും. കാരണം എന്താ, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ആ ക്ലൂ തന്നിരിക്കുന്ന പെർസെന്റേജാ. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ടുപേർക്കും അല്ലെ 100 സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് ആകെ തന്നേക്കുന്ന ഒരു ഐഡിയ കേട്ടോ. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് കോംപ്ലിക്കേഷൻ ആവും അല്ലെ. ഇത് 92 ആവും, ഇത് ആവും, ക്യാൻസൽ ആയി പോകില്ല, അപ്പോഴും കിട്ടുകയൊക്കെ ചെയ്യും. മനസ്സിലാവും, ഒരു ലെവലും കൂടി പോകും. അപ്പോൾ ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ആക്ച്വലി വരുന്നത്? MB ഈക്വൽ ടു 2 ഇൻറ്റു ഇല്ലല്ലോ 2 ഇൻറ്റു
322 divided by 3 into 5. 3 into 5. അപ്പോൾ ആൻസർ ഓൾറെഡി കിട്ടുന്നത് 42.9 ഗ്രാം. 42.9 ഗ്രാം ആണ് ആൻസർ ആയിട്ട്. അതാണ് മോളിക്കുലർ മാസ്. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെയും കാണിച്ചു തരാം ഫാസ്റ്റ് ഇയറിൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് ഡയറക്റ്റാണ്. WB ഇത് അവരെന്ത് ചെയ്തു, ഓസ്മോട്ടിക് പ്രഷർ രണ്ടെണ്ണത്തിന്റെ തന്നിട്ട് മോളിക്കുലർ മാസ് ചോദിച്ചു. അത് ഏതിലാ? 2020. ഇതിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? 2024 അല്ലെ? 324 എന്ന് പറയുന്നത് 24ല്. അപ്പൊ 24ല് വന്നേക്കുന്ന ആ ക്വസ്റ്റ്യനിൽ അത് എന്താക്കി? മറ്റേത് നേരത്തെ എന്തിനാ ചോദിച്ചേ? ഫ്രീസിംഗ് പോയിന്റ് അല്ലെ? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എവിടെയായിരുന്നു? അത് ഓസ്മോട്ടിക് പ്രഷർ. ഉണ്ടോ? അത്രേ വ്യത്യാസമുള്ളൂ. അതാണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇതിനു മുമ്പ് കാണാത്ത കുട്ടികളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഇത് എന്താ രണ്ടെണ്ണത്തിന് പറഞ്ഞേക്കണം. ചില കുട്ടികൾ ഇത് മാത്രം വെച്ചിട്ട് ഒരു ആൻസർ എഴുതി വെക്കും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ വരക്കുക. ഹെഡിങ് എന്ത് എഴുതണം? സൊല്യൂഷൻ, ഫസ്റ്റ് സൊല്യൂഷൻ. ഇവിടെ എന്ത് കൊടുക്കണം? സെക്കൻഡ് സൊല്യൂഷൻ. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്യണം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഫാസ്റ്റ് ട്രാക്കിൽ ഒന്ന് ടിക്ക് ചെയ്തേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യണം. നമ്മൾ തന്നെ ചിലപ്പോൾ ഇതിനു മുമ്പ് ചെയ്തതായിരിക്കും. അപ്പോൾ അത് 2 പ്രാവശ്യം ടിക്ക് ചെയ്തു. വീട്ടിൽ പോയി വെച്ച് നിങ്ങൾ ചെയ്താണെങ്കിൽ അതിന് വീണ്ടും ഒരു ട്രിക്ക്. അങ്ങനെ 3, 4 പ്രാവശ്യമൊക്കെ ടിക്ക് ചെയ്ത് നമ്മൾ അത് പഠിച്ചതാവണം കേട്ടോ. ഓർത്തോ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റേഷൻ കയറ്റണം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ. എങ്കിലാണ് നമുക്കത് മാർക്ക് ആവുള്ളൂ. മെത്തേഡ് ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി? ഇത് മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്രാം ആണ്. ഗ്രാം പെർ മോൾ എവിടെ വരും? ഗ്രാം പെർ മോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ഇൻ മോളിൽ വരുമോ? ഇല്ല. ഇനി മോൾ പെർ ലിറ്റർ ആയാൽ എന്താവും? മൊളാരിറ്റി. ഓക്കെ. അപ്പൊ മോളിക്കുലർ മാസ് രണ്ടെണ്ണത്തിൽ എഴുതാം. ഒന്ന് ഗ്രാമിൽ എഴുതാം. ഗ്രാമിൽ എഴുതിയാൽ അത് GMM എന്നാണ് അർത്ഥം. എന്താണ്? ഗ്രാം മോളിക്കുലർ മാസ്. അല്ലെങ്കിൽ എന്ത് എഴുതാം? AMU കേട്ടോ. ഓർത്തോക്കെ രണ്ടും റൈറ്റ് ആണ് ആക്ച്വലി. കാരണം മോളിക്കുലർ മാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ G കൊടുത്താൽ അതിന്റെ മീനിങ് ഗ്രാം മോളിക്കുലർ മാസ് ആണ് അതിന്റെ മീനിങ് കേട്ടോ. ഓർത്ത് നോക്കാം. ശരിക്കുള്ളത് എന്താ? U തന്നെയാണ്. AMU ആണ് അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടും റൈറ്റ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ചെയ്തോ? ഇനി ഈ ഇൻഡിവിജ്വലി ബുക്കായിട്ടുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച് എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതും കൂടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ടിക്ക് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചെയ്ത് പിടിക്കൂട്ടെ. അടുത്ത ക്ലാസ്സിൽ ഇത് തന്നെ കൊണ്ടുവന്ന് കാണിക്കണം. എത്ര എണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ടാവും. കുറച്ചെങ്കിലും ഇവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇയാൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും. എനിക്കിങ്ങനെ ഉപയോഗിക്കുന്ന കാണണം, അല്ലെങ്കിൽ വിഷമാവും. പിന്നെ ഞാൻ ഇത് നോക്കണത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും എന്ന് കരുതി നിങ്ങൾ അഴുക്കിൽ കൊണ്ടുവന്നിട്ട് ചീത്തയായിക്കൊണ്ടിരില്ല കേട്ടോ. ഓക്കെ. എനിക്കൊന്നും അറിയണം നല്ല ഫ്രഷ് ആയിട്ടാണ് അതുകൊണ്ട് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സമാധാനമാണ്, സന്തോഷമാണ്. നമുക്ക് അത്രയും എടുത്താൽ മതിയല്ലോ. ഇൻഡിവിജ്വലി നിങ്ങൾ ഓർത്ത് നോക്കുക. എനിക്ക് ഇൻഡിവിജ്വലി നിങ്ങൾ ഓരോരുത്തരും എന്റെ കുട്ടികളാ അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ ഇയാൾ മുഴുവൻ ചെയ്തു, ഇയാളൊന്നും ചെയ്തില്ല, എനിക്ക് ഭയങ്കര വിഷമാവുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക അല്ലെ? അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ? ഓർത്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ അനിയനോ ചേച്ചി എത്ര പേരുണ്ട് വീട്ടിൽ? ഒരാളുള്ള അതിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. തന്റെ വീട്ടിൽ 2 പേരല്ലേ? ഓക്കെ അല്ലെ? ഓർത്ത് നോക്കുക. ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ആൾക്ക് വിഷമാവും അല്ലേ? ഇപ്പൊ എനിക്ക് ഈ കൈ വേദന എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൈക്ക് സന്തോഷവും ബാക്കിയൊക്കെ സന്തോഷം ഉണ്ടാവും. ഈ കൈ വേദന എടുത്ത് തന്നെ എന്റെ ബോഡി മുഴുവൻ വേദനയായിരിക്കും. ദൈവമേ ഇതൊന്ന് മാറിയാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ. ഇതൊന്ന് മാറിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു വേദന ഉണ്ടാവും. അതുപോലെയാ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ അതുകൊണ്ട് എത്ര ചെയ്തു? നീ കൊണ്ടുവന്നിട്ടില്ല. ഇത് ഞാൻ തന്നല്ലേ? അടുത്ത ക്ലാസ്സിൽ തന്നെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. മറ്റേ ആണോ ബുക്ക്? ഇന്ന് ഇടിയുള്ളൂ കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇയാളെ തന്നെ ചെയ്ത് നോക്കട്ടെ. ഡാനിയലിനെ ഞാൻ കയറ്റി എടുക്കും കേട്ടോ. നല്ല മാർക്ക് വാങ്ങിക്കും. പക്ഷെ ഇത് ഒരാൾ 10th ഒരാൾ 12th ആണല്ലോ. അപ്പൊ റിസൾട്ട് വരുമ്പോൾ രസമാകും അല്ലേ? അത് നല്ല രസമുണ്ട്. ആദ്യത്തെ പേജ് പോയോ? ടിക്കൊന്നും കാണുന്നില്ലല്ലോ. ടിക്ക് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കാം. തനിക്കും കൂടി ഒരു സെൽഫ് പ്രൂവിന് വേണ്ടിയിട്ടാണ് ടിക്ക് ചെയ്യണം കേട്ടോ. നല്ല പുതിയതുപോലെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ചെയ്ത് പിടിക്കും കേട്ടോ. ചെയ്യണം കേട്ടോ. വായിച്ചു നോക്കി. കുഴപ്പമില്ല, ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓർത്ത് നോക്കുക. ഇത് ഉണ്ട് ഇയാൾ മാർക്ക് ചെയ്തേക്കുന്ന കേട്ടോ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണല്ലോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് വായിച്ചിട്ടുണ്ടോ? ഓക്കെ, ചെയ്യണോട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ നോക്കൂ കേട്ടോ. ഈ 3 ഇത് തന്നെയാണ്, ന്യൂമറിക്കൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മളിതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് ആക്ച്വലി. ന്യൂമറിക്കൽ മാത്രമല്ല, ഈ 3 ചാപ്റ്റേഴ്സിന്റെ റിവിഷനാണ് കേട്ടോ. ഇവിടെ തൊട്ട് നമ്മൾ റിവിഷൻ ഒന്ന് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് എത്ര ക്വസ്റ്റൻ ആണോ അത് റിപ്പീറ്റഡ് ആയിട്ട് നോക്കി ക്ലാരിറ്റിയിലേക്ക് വരണം കേട്ടോ. ഓക്കെ, ന്യൂമറിക്കൽ എന്നും വീണ്ടും പറയിപ്പിക്കോട്ടെ എല്ലാ ഇക്വേഷൻസും ഓർമ്മയുണ്ടോ? 3 കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യില്ല, അതുകൊണ്ടാണ് വരുന്നത്. ഈ ക്വസ്റ്റിന്റെ ടൈപ്പുകൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക ഇതുപോലെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ചോദിച്ചോ മോനെ. നോൺ എന്തുകൊണ്ടായിരിക്കും അത്? ഒരു ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇയാള് ഫിലിപ്പോസ് ചോദിച്ചതിലൊരു ഇതുണ്ട്, നോൺ ഇലക്ട്രോലൈറ്റിക് എന്ന് പറയാനായിട്ട് കാരണം എന്തായിരിക്കും? അതാണ് കേട്ടോ. സാറ് പറഞ്ഞാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട വേർഡ്. അവിടെ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഐ എന്ന് പറയുന്നത് 1 ആയിട്ടായിരിക്കും. ഐ എത്രയായിരിക്കും? 1. ഇവിടെ അവന് ഐ വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ടോ? ഐ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് അസോസിയേഷനോ ഡിസോസിയേഷനോ ഇത് ഉണ്ടാവില്ല, മനസ്സിലായി എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് ഇവിടെ ഓർത്തു വെക്കേണ്ടത് കേട്ടോ. ഓർത്തു വെക്കാം. ഇവിടെയും പറഞ്ഞ കറക്റ്റാ അല്ലെ? ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ എന്ത് ആനയോൺ ആൻഡ് കാറ്റയോൺ, ഇലക്ട്രോലൈറ്റ്സ് അല്ലെ? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? ആനയോൺ ആൻഡ് കാറ്റയോൺ. ആനയോണും കാറ്റയോണും വരുന്നത് സോൾട്ടുകളിൽ. പിന്നെ ഇതിൽ വരും ആസിഡ്, H+ and Cl- അല്ലെ? അതിനൊക്കെ ഡിസോസിയേഷൻ ഉണ്ടാകാം ഓർ അസോസിയേഷൻ ഉണ്ടാകാം. ഇവിടെ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അസോസിയേഷനും ഡിസോസിയേഷനും ഇല്ല, ഐ 1 ആണ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവർ തരുന്നത്. ഇനി അത് തന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഐ കൊടുക്കാനായിട്ട് പറ്റൂ. ഇപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലും ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും ക്ലൂ തരണം അല്ലെ? ഓർത്ത് നോക്കാം, നമുക്ക് ആ ഐന് വേറെ എന്തെങ്കിലും ക്ലൂ തരണം അല്ലേ? ഓക്കെ, ഇനി അവർ പറയാം വേണമെങ്കിൽ അവര് വേറെ രീതിയിൽ ഇപ്പൊ ഇലക്ട്രോലൈറ്റ് ഡിസോസിയേഷൻ ഹാപ്പൻ ഇറ്റ് ബിക്കം 2 അങ്ങനെ വല്ലതൊക്കെ തന്നു കഴിഞ്ഞാൽ ഐ എത്ര കൊടുക്കേണ്ടി വരും? 2 കേട്ടോ. ഓർത്ത് നോക്കാം, അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ വരാറില്ല കേട്ടോ. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളിലേക്ക് പതുക്കെ ഒന്ന് മൂവ് ചെയ്യാം. ആൻഡ് ഹോ ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ടൈപ്പിലേക്ക് ഒന്ന് പോവാം. Question number 26. Question number 26, page 19. 19. Page 19. Question number 26. Page 19. Page 19. Page 19. എല്ലാവരോടും ഒന്നുകൂടി പറയാം, നിങ്ങൾ വീട്ടിൽ വലുതായിട്ട് ഒട്ടിച്ചു വെക്കണം, കൗണ്ട് ഡൗൺ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഞാൻ വീട്ടിലോട്ട് ഇനി പതുക്കെ വിളിച്ചു തുടങ്ങും കേട്ടോ. ഓർത്ത് നോക്കുക, കാരണം ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വലി എനിക്ക് എല്ലാവരും സ്പെഷ്യലാണ്, ഓരോരുത്തരും ക്ലിയർ ആയിട്ട് തന്നെ ഇതൊക്കെ പഠിച്ചോന്ന് നോക്കണം എനിക്ക് കേട്ടോ. ഓർത്ത് നോക്കുക, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒട്ടിച്ചു വെക്കണം. രണ്ടാമത് നിങ്ങൾ ഡ്രീം ചെയ്യണം. ഓർത്ത് നോക്കുക, ഫുൾ മാർക്ക് കാണുന്നത് എന്ത് ചെയ്യണം? ഡ്രീം ചെയ്യണം കേട്ടോ. ഓർത്ത് ഫുൾ മാർക്ക് കെമിസ്ട്രി, ഫിസിക്സ് കേട്ടോ. ഓർത്ത് നോക്കുക, എന്തിനാണ് ഡ്രീമൊക്കെ ചെയ്യണ സമയത്ത് കുറച്ച് കാണണേ കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇന്നലെ സ്പേസ് ഷിപ്പിൽ വരെ പോയിരുന്നു. ഡ്രീം പൊക്കൂടെ, എന്തിനാ അങ്ങനെ ഡ്രീമിന്റെ ഒരു ലിമിറ്റ് ഒക്കെ വെക്കുന്നത് കേട്ടോ. വലിയ ഡ്രീമൊക്കെ കാണണം ആക്ച്വലി വന്ന സമയത്ത്. വലിയ ഡ്രീം ഒക്കെ കാണണം കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്കിലാണ് നമുക്ക് അല്ലേ ഡ്രീം കാണാൻ കുഴപ്പമില്ല. ഓക്കെ, അതിലേക്കുള്ള ഒരു ഇൻഡ്യൂഷൻ കിട്ടും നമുക്ക് കേട്ടോ. ഓർത്ത് നോക്കാം, ഇൻഡ്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോ ദെൻ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് കിട്ടുന്നതൊക്കെ ആയിട്ട് ഡ്രീം ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പൊ പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇന്റേണലി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നാളത്തേക്കൊക്കെ മാറ്റി വെക്കും ചെറുതായിട്ട്. പിന്നെ ഓർത്ത് വെക്കാം, ഞാൻ ഇന്ന് ഇപ്പോൾ ഇയാളുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളിത് പഠിക്കാനിരിക്കുന്ന സമയത്ത് ഡിസിഷൻ എടുക്കേണ്ടത് ഇതൊരു 15 മിനിറ്റ്സ് എല്ലാ ദിവസം നോക്കും. ഇത് പ്ലെഡ്ജ് പോലെ എനിക്ക് കിട്ടണം. നാളെ ഇപ്പോൾ ഫിസിക്സിന്റെ എക്സാം ആണ് എങ്കിൽ പോലും ഇതൊരു 15 മിനിറ്റ്സ് അത്ര മതി. ഇതിലെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, നോക്കുന്നു കേട്ടോ. ഓർത്ത് നോക്കാം, അത് ഫാസ്റ്റ് ട്രാക്കിന് വേണ്ടി 15. എല്ലാ സബ്ജക്റ്റും മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 15 15 15 അല്ലേ? 3 സബ്ജക്ട്, മെയിൻ 3 സബ്ജക്ട് മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കണ്ടേ. അല്ലാതെ ഇന്ന് ഫിസിക്സ് ഞാൻ 8 അവർ പഠിക്കും അതാണ് തീരുമാനം. പക്ഷെ ആദ്യം എന്ത് ചെയ്യും? ചില കുട്ടികൾ 8 അവർ പഠിക്കണല്ലേ, എന്നാൽ പിന്നെ കുറച്ചു നേരം TV കാണാം, ഫുഡ് അടിക്കാം എന്നൊക്കെ കരുതും. പിന്നെ എന്ത് ചെയ്യും? അങ്ങ് പോകും കേട്ടോ. ഓക്കെ, പിന്നെ ഇന്ന് വേണ്ട, നാളെ 10 അവർ ആക്കിയേക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഡിസിഷനാണ് പോലെ. അങ്ങനെയല്ല,
ഒരു പെട്ടെന്ന് സട്ടൺ അറ്റാക്ക് ആയിരിക്കണം. 15 മിനിറ്റ് ഞാൻ പഠിക്കും, ഉറക്കനെ വായിക്കും കേട്ടോ, ഓർത്ത് നോക്കാം, ഒന്നും നോക്കരുത്. പിന്നെ എന്ത് ചെയ്യണം, മൈൻഡിന് തിങ്ക് ചെയ്യാൻ കൊടുക്കരുത്, അപ്പം തന്നെ എടുക്കണം, ബുക്ക് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ് കൗണ്ട് ചെയ്യണം, എന്നിട്ട് ഓഫ് ചെയ്തോ. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റേഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ചെയ്തിരിക്കണം. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 26. An aqueous solution in which 12.48 gram barium chloride is dissolved in 1 kilogram of water. Boil at 370.0832 Kelvin. Calculate the degree of dissociation of barium chloride. ഇതാണ് ചോദ്യം അല്ലേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 19 പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നമ്പർ 26 കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പോ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താ, ബോയിൽ അറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇക്വേഷൻ? ഡെൽറ്റ ടി ബി ഈക്വൽ ടു എന്തായിരുന്നു? എം അല്ലേ, ഓർത്ത് നോക്കാം. ഐശ്വര്യ, എം എന്ന് പറഞ്ഞാൽ എന്താ? അത് മൊളാരിറ്റി ആണോ, മോൾ ഫ്രാക്ഷൻ ആണോ? മൊളാലിറ്റി. ഓക്കെ അല്ലെ. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? WB by MB into 1000 divided by W1 എന്ന് പറഞ്ഞാൽ എന്താ? W1 സോൾവെന്റ് അല്ലെ. ഓക്കെ, അപ്പൊ അതെനിക്കറിയാം. ഇനി ലാസ്റ്റത്തെ ഇക്വേഷൻ ആണ് അതെ സാറ് പറയാൻ പോവാണ്. അവിടെ കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോ നമുക്ക് ഈ രണ്ട് അല്ലെ, അപ്പൊ ഈ ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നിങ്ങൾക്ക് ഓൾറെഡി നോർമലി മാർക്കൊക്കെ വരുമ്പോൾ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻസ് എഴുതി കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ പരമാവധി സ്റ്റെപ്പ് കൂട്ടുക. പരമാവധി സ്റ്റെപ്പ് കൂട്ടിയിട്ട് ലാസ്റ്റ് ആൻസറിൽ മാത്രം അത് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ ലെങ്തി സ്റ്റെപ്പ് ആയിരിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ലെങ്തി ആയിരിക്കണം. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ ആൻസർ തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? 3.4 ആണെങ്കിൽ 3.5 ആ രീതിയിൽ പിടിക്കാൻ നോക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലാതെ എല്ലാം എനിക്കറിയാം, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആൻസർ തെറ്റി, ടീച്ചർ കാണുമ്പോൾ തന്നെ ഒരു വെട്ടാന്ന് തോന്നും. മനസ്സിലായി? ഓക്കെ, അതല്ല നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, ടീച്ചർ കാണുമ്പോൾ ഇതൊരു അല്ലെ, നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെയാണ് അല്ലെ. ഫിലിമിൽ ഇപ്പൊ ഇയാൾ കാണുമ്പോൾ തന്നെ ക്ലൈമാക്സ് ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ലതും തോന്നുന്നു അല്ലെ. ഓക്കെ, അപ്പോ നമ്മള് അല്ലെ കാണുമ്പോൾ നമുക്കൊരു എഫക്റ്റ് വേണം അല്ലെ. ഇങ്ങനെ കണ്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റി വരുന്ന പോലെ. എന്തൊരു സിനിമ ഉണ്ട്, എക്കോ എന്ന് പറഞ്ഞിട്ട്, വൈഫ് ഞാനും കൂടി പോയി, അവരെ കൊണ്ടുപോയില്ല, പിള്ളേരെ സ്കൂളിൽ വിട്ടപ്പോൾ പോയി. പക്ഷെ അതിനൊരു ത്രില്ലിംഗ് ഉണ്ട് ആക്ച്വലി എന്ന സമയം. അപ്പോ ഞാൻ പറയുന്ന അല്ലേ, അതിന്റെ ആ ലാസ്റ്റത്തെ ഒരു ഇതിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അതുപോലെ തന്നെ ആയിരിക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ടീച്ചർ കാണുകയാണ്, അപ്പൊ അതിലുള്ള മെയിൻ ഇക്വേഷൻ അയാൾ എഴുതി, അത് റൈറ്റ് ആണല്ലോ, ഈ റൈറ്റ് ആണല്ലോ അല്ലെ, ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ത് തെറ്റിപ്പോയി പാവം അല്ലെ, അങ്ങനെ തോന്നിയിട്ട് മാർക്ക് വന്ന രീതിയിലായിരിക്കണം സ്റ്റെപ്പ് കൂട്ടണം കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ എഴുതുന്നത്. ഇതിന് ആൻസേഴ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതി. എന്തായിരുന്നു? ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു KB into M. Then delta TB equal to full equation അല്ലെ, KB into W അല്ലെ. നേരത്തെ B ഒക്കെ എഴുതിയ, ഇനി 2 പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് എഴുതാം അല്ലെ. M2 into 1000 divided by W1 gram. ഇനി നിങ്ങൾ എഴുതുമ്പോൾ ഇതിലെ ഓരോന്നും കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതണം കേട്ടോ, ഓർത്ത് നോക്കുക. അതെ, W2 എന്ന് പറഞ്ഞ എഴുതാണ് വെയിറ്റ് ഓഫ് സോല്യൂട്ട്, അങ്ങനെ തന്നെ എഴുതണം, വെയിറ്റ് ഓഫ് സോല്യൂട്ട് കേട്ടോ. W2 വെയിറ്റ് ഓഫ് സോല്യൂട്ട് കേട്ടോ. ഓക്കെ, എന്നാലേ മാർക്ക് തരുള്ളൂ അവര്. KB എന്താന്ന് എഴുതണം അല്ലെ, മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ ഇബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം. അപ്പൊ ടീച്ചറിന് കാണുമ്പോൾ തന്നെ തോന്നുന്നു, ഇബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് വരെ ആ ക്വസ്റ്റ്യൻ അറിയാം എന്ന് തോന്നിപ്പിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് W2 എഴുതി. W2 ഇവിടെ എത്രയാണ് തന്നേക്കുന്നത് നോക്കിയേ, 12.48 അല്ലെ, 12.48 ആണ്. ബേരിയം ക്ലോറൈഡ് ഇവിടെ ശ്രദ്ധിച്ചേ, ബേരിയം ക്ലോറൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ വ്യത്യാസമുണ്ട്. ബേരിയം ക്ലോറൈഡ് BaCl2 സോൾട്ട് ആണ്. ഏതൊക്കെയാണ് സോൾട്ട് എന്ന് പറഞ്ഞാൽ? മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ തരുന്ന എല്ലാം എന്തായിരിക്കും? സോൾട്ട് അല്ലെ. ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ എന്തായിരിക്കും? ഇപ്പൊ I വരും അല്ലെ. അത് കണ്ടാൽ തന്നെ ഇവിടെയൊക്കെ I വരണം, ഓർത്തോ. അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ I വരണം. ഓക്കെ, BaCl2 സ്പ്ലിറ്റ് ചെയ്താൽ എന്തായിരിക്കും? Ba2 പ്ലസ് 2Cl മൈനസ്, ഓർത്തോ. ഈ ചാർജിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഈ ഫ്രണ്ടില് 1 ഇവിടെ 2, അപ്പൊ എത്രയാവും? I is equal to 3. I is equal to 3. I ഏറ്റവും വലുത് വരുന്ന ഏതിനായിരുന്നു? ഇതിനു മുമ്പ് ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കുള്ള എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എന്നാലും ആരെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. K4FeCN6 ടൈം. ഇത് ബോർഡിൽ വന്ന ക്വസ്റ്റൻ ആണ്. 1 വേർഡ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വന്നു. മിക്കവരെയും തെറ്റി അന്നത്തെ കാലത്ത്. കാരണം എന്താ? ഇത്
നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഫസ്റ്റ് ടോപ്പിക് ആണ്. എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട് ഡു നോട്ട് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി. കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല. ഈ പുറത്തുള്ളത് കൗണ്ടർ അയോൺ, അത് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ ഇത് വെള്ളത്തിലിട്ട് എങ്ങനെ ഇരിക്കുന്നത്? 4K പ്ലസ് പ്ലസ് ഇത് അങ്ങനെ തന്നെ വെക്കും അല്ലെ? FeCN6 ഉണ്ടോ? ഓർത്ത് ഇത് അനങ്ങൂല. അപ്പൊ ഇത് 4ഉം ഇത് 1ഉം 4ഉം 1ഉം കൂടി ചേർന്ന I5 ഉണ്ടോ? ഓർത്ത് മാക്സിമം I വരുന്ന ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് Al2 അലുമിനിയം അറിയാലോ അല്ലെ? Al2SO4 thrice. ഇതിന്റെ I എത്രയായിരിക്കും? 2Al ഉം 3SO4ഉം. അപ്പൊ എത്രയാ? I5 വരെയാണ് മിക്കതും വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അത് മുന്നേ മുകളിലൊക്കെ ഉള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റേ ഡബിൾ സോൾട്ടുകൾക്കൊക്കെ. എന്നാലും ഏകദേശം 5 വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ടൈപ്പ് വരാം കേട്ടോ. ഓർത്ത് നോക്കാം. പാറ്റേൺ അധികം മാറ്റുന്നില്ല കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള CBSEയുടെ ക്വസ്റ്റിന്റെ പൂളിനൊരു ലെങ്ത് ഉണ്ട് കെമിസ്ട്രിയുടെ കേട്ടോ. ഓർത്ത് നോക്കാം. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവും. ഒരു ചാപ്റ്ററിൽ അവർക്ക് ചോദിക്കാൻ പറ്റാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഈ ചാപ്റ്ററുകൾക്കൊക്കെ. അതർതാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അതിന്റെ ഒരു എന്താ പറയാ, സാധാരണ ഒരു 30% ടഫ്നെസ് ഇന്നേ വരെ ചോദിച്ചിട്ടുള്ളൂ. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ടഫാക്കുകയാണെങ്കിൽ നന്നായിട്ടാക്കാൻ പറ്റും. അതർ ദാൻ ഓൾ തിങ് ചാപ്റ്റർ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കയ്യിലേക്ക് ഇങ്ങനെ ഒതുക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ഓർഗാനിക് തുടക്കം വെച്ചിട്ട് ബാക്കിയുള്ളത് ഇത് വേഗം പഠിപ്പിച്ച് സേഫ് ആക്കും. ഓർഗാനിക്കിന്റെ ആ 5 ടൈപ്പ് മെത്തേഡ് നിങ്ങൾ ഓക്കെ ആക്കി കഴിഞ്ഞാൽ 5 ടൈപ്പാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞൊക്കെ എന്റെ ഇടയിലൊന്ന് പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും പറയണമല്ലോ. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? നെയിമിംഗ് റിയാക്ഷൻസ്. നെയിമിംഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ മൈൻഡിൽ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കണം. എന്തൊക്കെയായിരുന്നു? സാൻമേസ്, ഫിംഗർസ്റ്റീൻ, സ്വാർട്സ്, റൂട്ട്സ് ഫിറ്റിക്, ഫ്രെഡൽ ക്രാഫ്റ്റ് ഉണ്ടോ? 7. ദെൻ കോട്സ്, പ്രൈമർടൈമൻ, വില്യംസൺ സിന്തസിസ്. പിന്നെ എന്തായിരുന്നു? 11th റോസൻമൗണ്ട്, സ്റ്റീഫൻ, എറ്റാർഡ്, ഗെറ്റർമാൻ കോച്ച്, ക്ലെമൻസൺ റിഡക്ഷൻ, വൂൾഫിഷ്ണർ റിഡക്ഷൻ, ആൻഡർ കണ്ടൻസേഷൻ, കാനിസാരോ, ഡീകാർബോസിലേഷൻ, HVZ 20 ആണ്. ഓർത്ത് നോക്കാം. ദെൻ 21 എന്തായിരുന്നു? അമീനാണ് അല്ലെ? അമീനിലെ ഫസ്റ്റ് അമോണലിസിസ്, ഗബ്രിയേൽ താരിമൈഡ്, ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ, പിന്നെ കാർബൈൽ അമീൻ റിയാക്ഷൻ, ഡൈസോട്ടൈസേഷൻ, ഗെറ്റർമാൻ കപ്ലിംഗ് ആണ്. ഓർത്ത് നോക്കാം. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കണം അല്ലെ? അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് മെക്കാനിസം. SN1 SN2 എനിക്ക് കിട്ടുമോ സെൽഫായിട്ട് ചെക്ക് ചെയ്യാം. പിന്നെന്തായിരുന്നു അടുത്ത ചാപ്റ്ററില്? ഈഥീൻ ടു എത്തനോൾ. പിന്നെന്തായിരുന്നു? എത്തനോൾ ടു ഈഥീൻ, ദെൻ എത്തനോൾ ടു എത്തോക്സി ഈഥെയിൻ. ഇത്രയാണ് മെയിൻ. പിന്നെ വരുന്നത് ആൽഡിഹൈഡില് എന്തായിരുന്നു? ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അഡീഷനിൽ എന്തായിരുന്നു? ന്യൂക്ലിയോഫിലിക് അഡീഷനിൽ ഒരെണ്ണം CN വരുന്നത് എന്താ? സൈനോ ഹൈഡ്രജൻ. ഞാൻ ഓർത്ത് നോക്കാം. ഓർ ഹെമിയസെറ്റ. ഇതിന്റെ വേണമെങ്കിൽ ഇത്രയേ ഉള്ളൂ മെക്കാനിസം. അപ്പൊ തീർന്നു രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ്, ടോൺസ് ടെസ്റ്റ്, ഫെയിലിംഗ് ടെസ്റ്റ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഐഡോഫോൺ ടെസ്റ്റ്. പിന്നെ എന്തായിരുന്നു? സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ്, FeCl3 ടെസ്റ്റ്, ശരിയാ, ഹിൻസ്ബർഗ് ടെസ്റ്റ്, അസോഡൈ ടെസ്റ്റ്, കാർബൈലമീൻ. ഇത്രയൊക്കെ മതി കേട്ടോ. അപ്പൊ ഇത്ര എത്തിക്കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും പാസ്റ്റ് ഇയറിലും ഉള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അല്ലാതെ കുറേ ടെസ്റ്റുകൾ വേറെ ഉണ്ട് പല സ്കൂളിലും. ബേസ് അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ ഉണ്ട്. ഓക്കെ, അതൊന്നും നിങ്ങൾക്ക് വേണമെന്നില്ല. ഇത്രയും വെച്ചിട്ട് നോക്കിയാൽ മതി. പ്രാക്ടിക്കൽ പഠിക്കുന്നത് എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. പ്രാക്ടിക്കൽ തന്നെയാണ് ഇതും വന്നേക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ പ്രാക്ടിക്കലിന്റെ ടെസ്റ്റ്. അത് കഴിഞ്ഞാൽ ഇപ്പൊ 3 ആയി. ഏതൊക്കെയായിരുന്നു ആദ്യം കഴിഞ്ഞ? നെയിമിംഗ് റിയാക്ഷൻസ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്തായിരുന്നു? എല്ലാ മെക്കാനിസവും എനിക്ക് അറിയുമെന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എന്തായിരുന്നു? ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് കേട്ടോ. ഇതാണ് വരുന്നത്. അല്ലാതെ ഒരു ചാപ്റ്റർ മുഴുവൻ വെറുതെ വായിച്ച് കളിക്കുക ആ പരിപാടി ചെയ്യേണ്ട. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ 4 ബോർഡ് പേപ്പർ നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. എല്ലാത്തിലും ഈ ടൈപ്പ് ആയിരിക്കും വന്നേക്കുന്നത്. അപ്പോ ഇത് കഴിഞ്ഞാൽ അടുത്ത എന്തായിരുന്നു? നെക്സ്റ്റ് കാറ്റഗറി, 4th കാറ്റഗറി ഗീവ് റീസൺ. ഗീവ് റീസൺ നമ്മളൊരു ഫുൾ ഡേ ആയിട്ട് എടുത്തേക്കുന്നത്. ഗീവ് റീസണില് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ചാപ്റ്റർ വൈസ് ഗീവ് റീസൺ. ഫസ്റ്റ് ചാപ്റ്റർ ഗീവ് റീസൺ വരുന്നതാണ് ക്ലോറോബെൻസീൻ അല്ലെ? പാരാഡൈക്ലോറോബെൻസീൻ ഹയർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ ദാറ്റ് ഓഫ് ദി ഓർത്തോ ആൻഡ് മെറ്റ. അപ്പൊ നമ്മൾ എന്ത് പറയും? പാരാഡൈക്ലോറോബെൻസീൻ ഫിറ്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് ബെറ്റർ ആസ് കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് മെറ്റ. അതൊരു ഗീവ് റീസൺ. ആ ചാപ്റ്ററിൽ മാത്രമായിട്ട് ആ ഒരു ഒറ്റ ക്വസ്റ്റൻ ആണ് വരുന്നത്. അടുത്ത എന്താണ്? അത് ആ ചാപ്റ്ററിൽ തന്നെ ഹാലോ ആൽക്കേനില് ഗ്രിഗനോൾ റിയേജന്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ
Anhydrous condition explain. Grignard reagent react with water to corresponding alkane. അടുത്ത എന്തായിരുന്നു പറഞ്ഞു ശരിയാ ആ ചാപ്റ്ററിൽ മാത്രമായിട്ട് വരുന്നത് പറഞ്ഞുകൂടിയുണ്ട് ആ സൈക്ലോ എക്സൈൻ വരുന്നുണ്ട് പറയണം സൈക്ലോ പെൻഡേൻ ആണോ എക്സൈൻ അല്ലെ ഒരു വാല്യൂ തന്നേക്കുന്നത് അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ക്ലിയർ ആയിട്ട് നോക്കാം അടുത്ത ചാപ്റ്റർ ഉണ്ട് അപ്പോ ഇവിടെ എല്ലാം അല്ലെ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഓരോ ടൈപ്പായിട്ട് ഓർത്ത് നോക്കും ഇപ്പൊ അമീനിൽ നമ്മൾ നോക്കിയാണ് ഗിബ്രിയൽ താലിമൈഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് പറ്റില്ല വൈ അതൊരു ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ് ഓക്കെ ഇത് കഴിഞ്ഞ് കാറ്റഗറൈസ് ചെയ്തു എങ്ങനെ ഗീവ് റീസണിലുള്ള തന്നെ ടൈപ്പ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു അതെന്താ ഒന്ന് നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അതിൽ നിന്ന് കുറെ ടൈപ്പുകൾ വരാം അല്ലെ കുറെ ടൈപ്പുകൾ വരാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിപ്പിച്ചേ വിഡ്രോയിങ് വലിക്കുന്നത് NO2 COH CHO അല്ലെ അതിന് എന്തായിരിക്കും അതിന്റെ തൊട്ട് താഴെ നമ്മൾ എഴുതിയാണ് അതിനെന്താണ് മൈനസ് ഇൻഡക്റ്റീവ് എഫക്ട് പിന്നെ അതെന്തായിരുന്നു ഡീആക്ടിവേറ്റിംഗ് ഉണ്ടോ ഓർത്ത് നോക്കാം പിന്നെ അതിൽ നമ്മൾ എഴുതി അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും അപ്പൊ ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത PKB ഡിക്രീസ് ചെയ്യും ഉണ്ടോ ഓർത്ത് നോക്കാം അങ്ങനെ നമ്മൾ എഴുതി അപ്പൊ അത് വെച്ചിട്ട് ഈ രണ്ട് ഏരിയയിലും കണ്ടമാനം ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് റിലേറ്റ് ചെയ്യുന്ന ഗീവ് റീസൺ അതൊക്കെ നമ്മൾ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു നമ്മളൊരു ചാർട്ട് എഴുതി ഏറ്റവും ഹയസ്റ്റ് കാർബോക്സിലിക് ആസിഡ് പിന്നെന്തായിരുന്നു ആൽക്കഹോൾ പിന്നെ അമീൻ കീറ്റോൺ ആൽഡിഹൈഡ് ആൽഡിഹൈഡ് കഴിഞ്ഞിട്ട് ഹാലജൻ ഹാലജൻ എന്ന് പറഞ്ഞാൽ RX അത് കഴിഞ്ഞാൽ ROR ഇത് അത് കഴിഞ്ഞാൽ R ഹൈഡ്രോകാർബൺ അല്ലെ അപ്പോ ആ കാറ്റഗറൈസേഷനിൽ വരുന്ന ഗീവ് റീസൺ അപ്പോ എനിക്ക് ഗീവ് റീസൺ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ഇങ്ങനെ മറച്ചു നോക്കാം ടെക്സ്റ്റ് ബുക്കില് ഓ അതെ ഇത് ഗീവ് റീസൺ ടൈപ്പ് ആണ് അതെനിക്ക് കിട്ടുമോ ഇങ്ങനെ ചെക്ക് ചെയ്താ നോക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു ആക്ച്വലി ഗീവ് റീസൺ കഴിഞ്ഞതിന് ശേഷം ചാർട്ട് അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവേർഷൻ ഏരിയയിലേക്ക് വേണ്ടിയിട്ട് ചാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു 4 ചാപ്റ്ററിലും ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ വരുന്നതാണ് കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഉണ്ട് അതിനൊരു ചാർട്ട് തന്നു ഇനി കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റൻ ഉണ്ട് അതിനൊരു ചാർട്ട് തന്നു പിന്നെ ഞാൻ തന്നതാണ് ബെൻസീൻ ബേസ് ചെയ്തിട്ട് വരുന്ന 2 ചാർട്ട് ഇത്രേ തന്നിട്ടുള്ളൂ ഇനി നമുക്കൊരു 2 ചാർട്ടും കൂടി ഏകദേശം തന്നു പിന്നെ ഒരു ഗ്രിഗ്നാൾഡ് റിയേജന്റേയും തന്നു ഗ്രിഗ്നാൾഡ് റിയേജന്റ് അല്ലെ ഓക്കെ അത് വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ കൺവേർഷൻ ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇനിയുണ്ട് ഒരു 2 ടൈപ്പ് ഫ്രെയിം കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇത്രയും കാര്യങ്ങൾ അൾട്രാ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി ഓർഗാനിക് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ അത് ഞാൻ ശരിയാക്കി തരാം കാരണം എവിടെയെങ്കിലും നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും പോയിന്റ് ഉണ്ടാവും അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നിങ്ങൾ വെള്ളത്തിൽ ഒഴുകി പോകുമ്പോൾ എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടാവണം ആ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ഓർത്തോക്കെ അത് നല്ല സ്ട്രോങ് ആക്കുക വീട്ടിൽ പോയിട്ട് ഇടയ്ക്ക് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോ നമ്മള് ഇവിടെ ആൽഫയുടെ ഇക്വേഷൻ എന്തായിരുന്നു മാറ്റിക്കളയട്ടെ ഓക്കെ എഫിസിയന്റ് വേണ്ട ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് BaCl2 I = 3 കിട്ടി ഇനി നമുക്ക് ഇതിൽ വന്നേക്കുന്ന ഒരു ഏരിയയിലേക്ക് വരാം ഡിസോൾഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 കിലോഗ്രാം വാട്ടർ W1 ആണ് അല്ലെ ഇത് കിലോഗ്രാമിലാണ് തന്നേക്കുന്നത് കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും 1000ലേക്ക് എഴുതുമ്പോ W1 1000 ഗ്രാം കേട്ടോ ഓർത്ത് നോക്കുക നമ്മൾ ഗ്രാമിലേക്കാണ് അത് കൺവേർട്ട് ചെയ്തത് അപ്പൊ ക്യാൻസൽ ആയി പോകോളൂ അത് 1 ആക്കി കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് ഓർത്ത് നോക്കുക ബോയിൽ അറ്റ് 370.0832 കെൽവിൻ ഇതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് കണ്ടോ ഓർത്ത് നോക്കുക ബോയിൽ അറ്റ് 370.0832 കണ്ടോ ഓർത്ത് നോക്കുക അപ്പോ ഇത് നിങ്ങൾ വേർഡിൽ തന്നെ എഴുതണം എന്താണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്തായിരുന്നു ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ തന്നെ എഴുതാം ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ boiling point of solution 370.0832 ഒരു തന്നേക്കുന്ന വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ടാണ് തന്നേക്കുന്നത് then next within bracket KB ഓൾറെഡി given ആണ് KB ഈ ക്വസ്റ്റനിൽ KB അപ്പൊ I കിട്ടി KB ഓൾറെഡി തന്നിട്ടുണ്ട് 0.52 തന്നു then BaCl2 മോളിക്കുലർ മാസ് കണ്ടോ ഓർത്ത് നോക്കുക M2 W2 കിട്ടി M2
തന്നേക്കുന്നത് 208.34. Then W2 തന്നേക്കുന്നത് അവിടെ 12.48. ഇവിടെ നോക്കിയാൽ അറിയാം ഡെൽറ്റ ടി ബി ഐ അല്ലെ കെ ബി W2 M2 into 1000 W1 ഇതെല്ലാം ഓൾറെഡി അവര് അവിടെ തന്നു കഴിഞ്ഞു അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അവർ ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ബേരിയം ക്ലോറൈഡ്. അപ്പൊ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ്. ഇതെന്തായിരുന്നു? കംപ്ലീറ്റ് ഡിസോസിയേഷൻ, അതാണ് എഴുതേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇത് കംപ്ലീറ്റ് അല്ല എങ്കിൽ ഐ ആണ് ആദ്യം കണ്ടെത്തേണ്ടത്. കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്താ കണ്ടെത്തേണ്ടത്? ഐ. അപ്പോ ഇവിടെ BaCl2 എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ വന്നാൽ I3 ആണ്. അപ്പോ കംപ്ലീറ്റ് അല്ല എങ്കിൽ ഇപ്പൊ ഒരാൾ പറയുകയാണ് എനിക്ക് 100% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫുള്ളാണ്, പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഓർത്ത് നോക്കാം. അതുപോലെയാണ് ഐ മാക്സിമം എത്ര കിട്ടുള്ളൂ? 3. ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് എങ്കിൽ അതെന്തായിരിക്കും? ഐ എന്തിനേക്കാളും ചെറുതായിരിക്കും? 3നേക്കാളും ചെറുതായിരിക്കും. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാണ് ആക്ച്വലി ഇപ്പോൾ 300 അല്ലെങ്കിൽ 3 ആണ്, ഇതിൽ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഇതിന്റെ 20% ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിൽ ഐ എന്ന് പറയുന്ന ഈ വാല്യൂ നമ്മൾ കൊടുക്കണ്ട, ബാക്കിയുള്ള എല്ലാം തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി ബി കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഡെൽറ്റ ടി ബി കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതാണ്. അപ്പൊ ഡെൽറ്റ ടി ബിയുടെ ഇക്വേഷൻ എന്താണെന്ന് എഴുതി വെച്ചേ. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എഴുതി വെച്ചേ. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഓർത്ത് നോക്കാം. ബോയിലിംഗ് പോയിന്റ് ഫുൾ ആയിട്ട് എഴുതിക്കോ കേട്ടോ, ഓർത്ത് നോക്കാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൊല്യൂഷൻ തന്നേക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ 370.0832 മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. സോൾവെന്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ആണ് അല്ലെ. ഓക്കെ, വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയായിരിക്കും ആക്ച്വലി നോർമലി ഇത് തരുന്നത്? 373. നോക്കട്ടെ, ഇവിടെ എന്തോ എറർ ഉണ്ട് തോന്നുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ എറർ ആണ് കേട്ടോ. 373 ആക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ തന്നേക്കുന്നത് 373 ആണ് കേട്ടോ. ഓക്കെ, അവര് തന്നേക്കുന്നത് 373 ആണ് കേട്ടോ. അത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ക്വസ്റ്റ്യനിൽ എല്ലാവരും ഒന്ന് മാറ്റുക കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ഒരു കുഞ്ഞ് എറർ ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ 373.083 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അവർ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് 373 ആയിട്ടാണ്. വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 373.15 ആണ് ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. 373 ആണ് എടുത്തെഴുതിയാൽ മതി ആവറേജ് ചെയ്യുമ്പോൾ കേട്ടോ. 373 ഇപ്പോഴാണ് 0.0832. ഇതാണ് ഡെൽറ്റ ടി ബി. ഇപ്പൊ ഡെൽറ്റ ടി ബി കിട്ടിക്കഴിഞ്ഞു. 0.0832 ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു 0.52. എല്ലാവരും ഒന്ന് എടുത്തെഴുതിക്കോട്ടോ, എന്നിട്ട് ചെയ്ത് നോക്കുക. W2 എന്ന് പറയുന്നത് 12.48 ഇൻറ്റു ഇത് 1 ആയിട്ട് മാറും. 1000/1000 ആണ്. M2 എന്ന് പറയുമ്പോൾ മോളിക്കുലർ മാസ് 208.34. അതർ ദാൻ ഐ, ബാക്കിയെല്ലാം നമുക്ക് എടുത്തെഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ നോക്കി ഐ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമാണ് 3 ആവുന്നത്. ഇത് ഡിഗ്രി എന്ന് പറഞ്ഞ പെർസെന്റേജ് ആണ്. അപ്പോൾ ടോട്ടൽ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എന്തിനാ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കൂടില്ല. ഇപ്പൊ ഒരാൾ പറയാണ് എത്രയായിരുന്നു ടോട്ടൽ മാർക്ക്? 300 ആണെന്ന് കരുതുക. അപ്പൊ അയാൾ പറയാണ് എനിക്ക് കിട്ടിയേക്കണ മാർക്ക് 342. അങ്ങനെ ആയാൽ ശരിയാവോ? ഇല്ല. അപ്പൊ മാക്സിമം എത്ര വരാൻ ചാൻസ് ഉള്ളൂ? 3 എന്ന് പറഞ്ഞാൽ 100% ആണ് കേട്ടോ. അതിനേക്കാളും താഴെ ആയിരിക്കണം ഐ കിട്ടുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ ഇത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് ഇത് വരുന്നത് 2.67 ആണ് ഐ ഓൾറെഡി വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതാം. ഇവിടെയൊക്കെ അതിന്റെ റെഡിമെയ്ഡ് ഇക്വേഷൻ ഫോം ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അത് എഴുതണ്ട, ഞാൻ പറഞ്ഞതാണ് അല്ലെ.
ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പഠിപ്പിച്ചേക്കുന്നത് ആൽഫയ്ക്ക്? ആൽഫ ഡിസോസിയേഷൻ എന്തായിരുന്നു? ഗ്രേറ്റർ ദാൻ 1. രണ്ടാമത് ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, I എത്ര കിട്ടി ഇപ്പോ? 2.67 മൈനസ് 1. n എത്രയായിരിക്കും? n ആണ്. ഇത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ചെയ്ത മാക്സിമം വാല്യൂ എത്ര കിട്ടും? അതാണ് ഇവിടെ n കേട്ടോ, ഓർക്കുക. അപ്പൊ 3 മൈനസ് 1 കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോ 1.67 ബൈ 2 കേട്ടോ, ഓർത്ത് നോക്കാം. എത്ര കിട്ടി? 0.835. ദെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു 100 ആണ്. അപ്പൊ എത്ര കിട്ടും? 83.5%. 83.5%. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി അത് ഫൈൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് ഓർത്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. Then page number ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കും I ഇട്ട് കൊടുക്കാൻ കാരണം? BaCl2 സോൾട്ട് ആണ്. സോൾട്ട് വന്നാൽ എന്ത് കൊടുക്കണം? I കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി സോൾട്ട് ആണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ഒരു വാല്യൂ ഇട്ട് കൊടുത്തല്ലോ, ഇതുപോലെ 3 അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുക എന്നൊക്കെ പറയില്ലേ? അപ്പോൾ മാക്സിമം. അപ്പോൾ ഇവിടെ പറയുകയാണ് അത് ഫുള്ളല്ല, ഇത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇത്ര പെർസെൻറ്റേജ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ മുഴുവൻ പെർസെൻറ്റേജ് ആണെങ്കിൽ എത്ര കിട്ടും? 3. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താണ്? 3. ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ ഫുള്ള് കിട്ടിയോ? പിന്നെ ഒന്നും ചോദിക്കാനല്ല. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, അത് എത്ര ടോട്ടൽ മാർക്ക് എത്രയാണ്? 500 ഫുൾ കിട്ടിയെന്ന് പറഞ്ഞാൽ 500 ആണ്. ഇനി ആ മാർക്ക് 20-ലാണെങ്കിൽ ഫുൾ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ? 20 ആണ്. പക്ഷേ അയാൾ പറയാണ് എനിക്ക് കിട്ടിയേക്കുന്ന പെർസെൻറ്റേജ് 90 ആണ്. അപ്പോൾ എത്ര മാർക്കാണ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ? അതാണ് അടുത്ത ലെവൽ. അത് വേണ്ടിയിട്ടാണ് ഈ പരിപാടി. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അങ്ങനെയുള്ള അസോസിയേഷൻ അങ്ങനെയുള്ള വേർഡ് കണ്ട I കംപ്ലീറ്റ് ആയിട്ട് അതാവണമെന്ന് ഇല്ല. ഓർത്ത് നോക്കുക. അതാണ് ആദ്യം ഓർത്ത് നോക്കേണ്ടത്. ഇല്ല, ഒന്നും പറഞ്ഞില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്തായിട്ട് എടുക്കണം? കംപ്ലീറ്റ്. അല്ലെങ്കിൽ അവന്മാരോ പറയും BAC സോൾട്ട് പോലെ തരും ഉണ്ടോ. അപ്പോൾ ഇതിനു മുമ്പത്തെ ക്വസ്റ്റൻ അതാ, അത് സോൾട്ട് തന്നു അല്ലേ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല അവർ. അപ്പോൾ തന്നെ നമ്മൾ എത്രയായിട്ട് എടുത്തത് അല്ലേ? അപ്പോൾ ഇത് ആ ഒരു മറ്റേ ഇതിൻ്റെ തൊട്ടുമ്പത്തെ ക്വസ്റ്റൻ ഇത് ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇതിൽ നമ്മൾ എത്ര എടുത്തു? 3 എടുത്തു ഉണ്ടോ? Na2SO4 ഒരു വല്ലതും പറഞ്ഞിട്ടുണ്ടാവും ഇല്ല. അപ്പോൾ തന്നെ സോൾട്ട് ആണെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് എടുത്തേക്കണം, അത് കംപ്ലീറ്റ് ആക്കി എടുക്കണം കേട്ടോ. അതാണ് ഓർത്ത് കേട്ടോ. ചോദിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇവിടെ നമ്മൾ ആ I എന്തിനാ കണ്ടെത്തി വെച്ചേക്കണെന്ന് പറഞ്ഞാൽ ഇത് n കണ്ടോ? ഡിസോസിയേഷൻ വന്ന സമയത്ത് ആ n കംപ്ലീറ്റ് ആയിട്ടുള്ള ആ നമ്പറും സെയിം ആയിരിക്കും ഉണ്ടോ? ഓർത്ത് നോക്കാം. എത്ര മോളിക്യൂൾ, നമ്പർ ഓഫ് മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ് ഇൻ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ആണ്. അപ്പോൾ എത്ര മോളിക്യൂൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യും? 3. ഓർത്ത് നോക്കാം. 3-ൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് 83.5 എന്ന് പറഞ്ഞാൽ BaCl2 100 ഇട്ടപ്പോൾ എത്ര BaCl2 പാർട്ടിസിപ്പേറ്റ് ചെയ്തു? 83. ബാക്കി ആൾക്കാർ ഇതുപോലെ സ്പ്ലിറ്റ് ആയില്ല. അതാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ 100 BaCl2 താൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ എത്ര BaCl2 പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ? 83.5% പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബാക്കി എന്ത് ചെയ്തില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ രീതിയാണ്. ഓക്കെ,
അത് നമ്മൾ എഴുതിയേക്കുന്നതാണ് ഇക്വേഷൻ അല്ലേ? അവിടെ വെള്ളം കുടിച്ചു ചോദിച്ചു I3 ആയിട്ട് എടുത്തു. അതാണ് പറഞ്ഞത്. ഇവിടെ എന്തിനാണ് ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഇത് പറഞ്ഞു പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞു. മനസ്സിലായി? ഈ ആൽഫ ചോദിച്ചുകൊണ്ടാണ് ഐ നമ്മൾ കണ്ടെത്തേണ്ടി വന്നത്. ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ എത്ര ഇട്ട് കൊടുക്കണം ഇവിടെ? 3. അവർ ചോദിച്ചു ഇത് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിൽ എന്ത് വരും? 100 ആയിട്ട് വരും. 3 - 1 എത്ര കിട്ടും? 2. 3 - 1 അപ്പോൾ എത്ര കിട്ടും? 1. 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 × 100 എത്ര കിട്ടും? 100%. ഓർത്ത് നോക്കാം. അപ്പോൾ ആൽഫ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു? അവർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കണ്ടെത്തേണ്ടി വരും? ഐ ഇതുപോലെ കണ്ടെത്തി ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്നും മനസ്സിലായില്ല? ഓക്കെ ചെയ്യുന്നുണ്ടോ കേട്ടോ? ഓക്കെ ചെക്ക് ചെയ്യട്ടോ. ചെക്ക് ചെയ്യും സാർ. ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. നിങ്ങൾ മനസ്സിലാവുന്ന അത്രയും വരെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ വീട്ടിൽ പോയിട്ട് അതൊന്ന് ചെയ്തു നോക്കണം. അല്ലെങ്കിൽ നമുക്ക് അല്ലേ ഭയങ്കര ക്ലാരിറ്റിയിലേക്ക് വരില്ല കേട്ടോ. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ഇങ്ങനെയൊക്കെ ആലോചിക്കും, ദൈവം ഇവിടെ ഒരു ഐ തന്നിട്ടുണ്ട്, വീണ്ടും ഇടയ്ക്ക് ഐ കണ്ടെത്തണം അല്ലേ? അങ്ങനെ ആലോചിക്കും കേട്ടോ. ഓക്കെ ഇത് എന്താണ്? അപ്പൊ ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ? ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട് ഇതിപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ദൈവമേ ഐ പിന്നെ ആൽഫ കേട്ടോ. ഓക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി എന്നും ഐയും സെയിം ആണ്, എന്നാ പിന്നെ എന്തിനാ എഴുതിയത്? അങ്ങനെ വരും കേട്ടോ. ഓക്കെ അപ്പൊ അതുകൊണ്ട് ഓർത്ത് നോക്കുക. ഇനി ശ്രദ്ധിക്കാം, നിങ്ങൾ ആൻസർ കീ ഒറ്റക്ക് നോക്കി ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവും. എന്റെ താഴെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? BACL2 എഴുതി X-1. ഇനി അത് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് അതിലേക്കൊന്നും നിങ്ങൾ മൂവ് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ മീനിങ് അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരായാലും കേട്ടോ, ഇനി ആയാലും ഒരു ഡൗട്ട് വരാം. അപ്പൊ നിങ്ങൾ ചോദിക്കണം, വീണ്ടും വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി എഴുതി ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ ഇനി നമുക്കിതേ പാസ്റ്റ് ഇയറിൽ ഇതിന്റെ റെലവൻസ് എന്താണ് കേട്ടോ ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. പാസ്റ്റ് ഇയറിൽ നമ്മൾ 15 ഇയേഴ്സിന്റെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഇതിൽ പാസ്റ്റ് ഇയറിൽ ഇതിൽ എങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ആരാ വാങ്ങിക്കാത്തപ്പോൾ ഉള്ളത്? വാങ്ങിക്കണം. ബാക്കി ആൾക്കാരൊക്കെ വാങ്ങിച്ചു. പാരൻസ് ആയിട്ട് വന്നു കേട്ടോ. ഓർത്ത് എനിക്ക് സംസാരിക്കാനാണ്. ഞാൻ വിളിക്കണോ? എപ്പോഴെങ്കിലും വരാൻ നോക്കാം കേട്ടോ. ബുക്ക് ചെയ്യാൻ തരാം. അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എൻ്റെ അടുത്തൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ഒന്ന് നിങ്ങൾക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. ഓക്കെ എന്നിട്ട് ഞാൻ തരാം കേട്ടോ. ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നുണ്ടാവില്ല. അടുത്തതിൽ മുതൽ നിങ്ങളിത് പരമാവധി കൊണ്ടുവരാൻ നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണ്. ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കുന്നതിന് ടൈപ്പായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. ഓർത്ത് നോക്കാം. അതിൽ ആ ടൈപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2020 മുതൽ ഞാൻ പറഞ്ഞല്ലോ 10 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ ആണ്. അങ്ങനെ ഈ 10 ഇയറിൽ ഈ ടൈപ്പിൽ അവർ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ആക്ച്വലി വന്നേക്കുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ മാറ്റിയൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ അതിൽ ഒരു ഇയർ മാത്രം ശ്രദ്ധിക്കുക. ഒരു ഇയർ മാത്രം അതൊരു ഭംഗിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു. അത് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിക്കോ കേട്ടോ. എടുത്തെഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതിലുണ്ട് എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ അതിന് വേണ്ടിയിട്ട് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് 2016 ആണ് ആ ചോദിച്ച ക്വസ്റ്റ്യൻ. നല്ല വെറൈറ്റി ആയിട്ട് ചോദിച്ചത്. ഒന്ന് ചെയ്തു. വെൻ ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. എല്ലാവരും എഴുതണം. എനിക്ക് ഇത് തന്നിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതാം. വെൻ ഒന്ന് പേജ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. ബുക്ക് 1 കേട്ടോ. ഓർത്ത് നോക്കുക. എക്സാം മെറ്റീരിയൽ ആണ് ബുക്ക് 1 പേജ് നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ പേജ് നമ്പർ 11 കേട്ടോ. ഓർത്ത് നോക്കുക. ബുക്ക് 1 പേജ് നമ്പർ 11 ക്വസ്റ്റ്യൻ നമ്പർ 93. അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയും സമയം നമ്മൾ ഒരേ പാറ്റേൺ, ഈ പാറ്റേൺ ആണ് മാക്സിമം. നേരത്തെ 2 കമ്പാരിസൺ പാറ്റേൺ അത്രേ ഉള്ളൂ. ഓക്കെ ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ ഇതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ വന്നുള്ളൂ. ആ ഒരു ലെവലിൽ ഒന്ന് ചെറിയ മാറ്റി പിടിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർത്തോ. അതുകൊണ്ടാണ് ഒന്ന് എടുത്തെഴുതുന്നത്. When 2.56 gram of sulfur was dissolved in 100 gram of CS2 carbon sulfate, 100 gram of CS2, comma the freezing point CS2 carbon sulfide CS2
when 2.56 gram of sulfur was dissolved in 100 gram of CS2, comma. The freezing point lowered by 0.383 Kelvin. 0.383 Kelvin. Full stop. Calculate the formula of sulfur Sx. Calculate the formula of sulfur Sx. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് Sx. Within bracket Kf of CS2 3.83. Atomic mass of sulfur 32 gram. Atomic mass of sulfur 32 gram. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. എങ്ങനെ ചെയ്യും? തനിയെ നിങ്ങൾ ചെയ്യാൻ നോക്കാം. ആണ് ചോദ്യം കേട്ടോ. ബുദ്ധിമുട്ടില്ല, പക്ഷെ അതൊരു ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓർത്ത് നോക്കാം. അപ്പോൾ ആലോചിക്കുന്നു വേണ്ടിയിട്ടാണ്, അല്ലാതെ ഭയങ്കര കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇത്ര സമയം ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ, ഇതിൽ ടിക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കേട്ടോ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ തനിയൊന്ന് ചെയ്യാൻ നോക്കണം. ഇവിടെ കേട്ടോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും കിട്ടി തുടങ്ങി. വെരി ഗുഡ്. കണ്ടോ ഫിലിപ്പോസിന് ഏകദേശം കിട്ടി. ഓക്കെ, എന്നിട്ട് ബാക്കി ഞാൻ ചെയ്യാം. ഓക്കെ, വേഗം ചെയ്യ്. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, ഏതാണ് കണ്ടെത്തേണ്ടത്, എന്നിട്ടൊന്ന് സപ്ലൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ്. ആലോചിച്ചാൽ മതി. മഴയുണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. ഉണ്ടെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ അവിടെ? ഉണ്ടോ? ഏത് ഇക്വേഷനാണ് ആരെയാണ് കണ്ടെത്തേണ്ടത്? അത്രേ കണ്ടെത്തേണ്ട ആവശ്യം. എനിക്കതാണ് ആദ്യം അറിയണ്ടേ. നിങ്ങൾ ആൻസർ കണ്ടെത്തണമെന്നൊന്നുമില്ല, ഏതോ ആ പാത്ത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതാം. മേ ബി ചെയ്തോ, നിങ്ങളുടെ ഒരു വ്യൂവിലൊക്കെ ചെയ്യും. കിട്ടിയോ? ഇക്വേഷൻ കറക്റ്റായി അല്ലേ? ഇനിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പല രീതിയിൽ കണ്ടെത്താം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വ്യൂ ഒക്കെ എങ്ങനെയാണ് ആലോചിക്കണേ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാം. എന്തായിരിക്കും ആലോചിക്കും. ആലോചിക്കും എന്താ കണ്ടെത്തണ്ടേ, എങ്ങനെയാണ് കണ്ടെത്തണ്ടേ വെച്ചാൽ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഒരു 3 വഴി കൂടി കണ്ടെത്താം. അതിൽ ഏത് വഴി വേണമെങ്കിലും കണ്ടെത്താം നിങ്ങൾക്ക്. ഫോർമുലയൊക്കെ റൈറ്റാ. ഞാൻ ആലോചിച്ചത് ഫോർമുലയൊക്കെ റൈറ്റ് ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കിരുത്തി വായിക്കി, എന്നിട്ട് കണ്ടെത്തി. ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ? അത് മുമ്പ് കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ തമ്മിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതാ ഓർമ്മ. ഇയാളെ ആൻസറൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, കാരണം ഇതിനു മുമ്പ് ഇയാൾക്ക് എക്സാമിന് വന്ന സമയത്ത് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുകൊണ്ടായിരിക്കും, എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങളിതാ ഇങ്ങനൊരു സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പോയിന്റ് ഓഫ് വ്യൂല് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒന്നല്ല, ഒന്നോ രണ്ടോ രീതിയിൽ കാണാം. ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഇവരുടെ ഈ ഒരു ബുക്കിൽ കൊടുത്തേക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നേക്കുന്ന ആ ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ആൻസർ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ എളുപ്പത്തിൽ കണ്ടെത്താം, വേറെ രീതിയിൽ കണ്ടെത്താം കേട്ടോ. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് കണ്ടെത്താം. അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതാ അവിടെ കിട്ടി 8 അല്ലേ? വെരി ഗുഡ്. ഓർത്ത് നോക്കാം. ഏറ്റവും എളുപ്പമുള്ളത് ഇയാൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കാം. ഇക്വേഷൻ വെട്ടാൻ പോരുത്, നല്ലതല്ലേ ഇക്വേഷൻ എഴുതിയേക്കുന്നതൊക്കെ. എന്തിനാ അങ്ങനെ വെട്ടിയത് കേട്ടോ? എക്സാമിന് ഒരിക്കലും ഇക്വേഷൻ വെട്ടരുത്. ഇത് ഇക്വേഷൻ എഴുതിയേക്കുന്നത് റൈറ്റ് ആണല്ലേ, ഫേസിംഗ് പോയിന്റ് അല്ലേ, പിന്നെ എന്തിനാ വെട്ടിയത്? അത്രയും ഇക്വേഷൻ എഴുതിയത് വെറുതെ വെട്ടിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ആ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതിയിട്ട് എഴുതാവും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ എക്സാമിനാണ്. തനിക്ക് ആൻസർ കിട്ടിയാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അറിയണ പോലെ ഇങ്ങനെ അങ്ങനെ എഴുതി 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 ഇങ്ങനെ നോക്കണം. മനസ്സിലായി? ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും ഒരു പേജ് നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതി വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ 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 കൊണ്ടുവന്നേക്കണം. മനസ്സിലായി? പുറത്ത് നോക്കുക. എന്നിട്ട് തനിക്കിപ്പോൾ ഇത് ആൻസർ അറിയില്ല ആണെങ്കിൽ പോലും നമുക്ക് അതിന് റീഡയറക്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കയറ്റി 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 അങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിൽ ഡെൽറ്റ ടി എഫ് എന്താണ്? ഓക്കെ, ആ വാല്യൂസ് ഒക്കെ എഴുതി വെച്ചോ മോൻ. ഓക്കെ, അങ്ങനെ വാല്യൂസ് ഒക്കെ എടുത്തെഴുതുക കേട്ടോ. കെ എഫ് എന്തായാലും തന്നിട്ടുണ്ടോ? എവിടം വരെ ആയി? ശരി, അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യൂവില് തെറ്റാണോ ഇത് ശരിയാണോ എന്ന് ഞാൻ ആലോചിച്ചോളാം കേട്ടോ. ഓർത്തോക്കെ. ഡെൽറ്റ ടി എഫ് എവിടെ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഡെൽറ്റ ടി എഫ് എവിടെ? 0.338 വാല്യൂ കൊടുത്തു. ഇതുപോലെ തന്നെ കൊടുക്കും. അതൊക്കെ റൈറ്റാ, എഴുതിയേക്കുന്ന റൈറ്റാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെന്താ? കെ എഫ് W2, പിന്നെ M2, W1 ഏതാ? എനിക്ക് ആ വാല്യൂസ് ഒക്കെ മോനെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. 2.56 ഏതായിരിക്കും? അതാണ് W2. അവിടെ അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. W2 ആണ് 2.56. അതാദ്യം ശരിയാക്കണം കേട്ടോ. അത് ഇത് എങ്ങനെ മനസ്സിലാക്കണ്ടേ? 2.56 gram ഓഫ് സൾഫർ വാസ് ഡിസോൾഡ്. ഓക്കെ, അപ്പം സന്തോഷമായി. ഓക്കെ, എനിക്കതറിയണ്ട കേട്ടോ. ഓക്കെ ഓക്കെ, ഗുഡ്. റൈറ്റ് ആണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ് ആണ്. എന്തിനാ വെട്ടിയത്? ഇത്ര എഴുതിയേക്കുന്ന എല്ലാ കാര്യവും കറക്റ്റാ. സൾഫർ SX എന്നല്ലേ വെച്ചേക്കുന്നേ? സൾഫർ അല്ലേ 32? എക്സ് ഉണ്ടോ? ഇവിടെ 32x എഴുതി. സൾഫറിന്റെ അറ്റോമിക് മാസ് എത്രയാ? 32. എക്സിന്റെ അറിയോ? ഇല്ല. അപ്പൊ അങ്ങനെ 32x എഴുതിയ ആൻസർ കിട്ടി. ഇവിടെ ബാക്കിയുള്ള എല്ലാ കാര്യവും ഇല്ലേ? അത് ഞാൻ പറഞ്ഞ എഴുതിയേക്കുന്ന റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കാം. ഐശ്വര്യ ചെയ്ത അതേ മെത്തേഡാണ് നിങ്ങൾക്ക് മറ്റേ ബുക്കിൽ വേറെ മെത്തേഡാണ് കൊടുത്തേക്കുന്നത് ഈ ബുക്കിൽ. പക്ഷെ അതിനേക്കാളും നല്ലത് ഒരാൾ ചെയ്തു. കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച അതേ മെത്തേഡാണ് അയാൾ ചെയ്തു വെച്ചേക്കുന്നത്. ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് ഈ സാധനം പോലെ? കാരണം അതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ശ്രദ്ധിച്ചോ. ഇവിടെ തന്നേക്കുന്ന വാല്യൂസ് ഡെൽറ്റ ടി എഫ് ഇക്വേഷൻ അറിയാലോ. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ KF ഇൻറ്റു W2/M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1 ഗ്രാം. ഡെൽറ്റ ടി എഫ് എത്രയായിരുന്നു? വാല്യൂ പറഞ്ഞോ. എത്ര? നോക്കണ്ടല്ലാന്ന് എഴുതിടാം. 383. ഓക്കെ, KF എത്രയായിരുന്നു? 3.83. Then W2 that dissolved in that എന്ന് പറയാം
2.56. മോളിക്കുലർ മാസ് എത്രയായിരുന്നു? മോളിക്കുലർ മാസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, സൾഫർ ആണ് 32 എന്ന് പറഞ്ഞു. പക്ഷെ അത് എക്സ് ടൈം ഉണ്ട് എന്ന് പറഞ്ഞു. സൾഫറിന്റെ മോളിക്കുലർ മാസ് എത്രയാ? 32. അത് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 32x. ഇതാണ് ആകെ ചെയ്യേണ്ടത്. അതിന്റെ എക്സ് അല്ലേ കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്, ഇത്രയും ചെയ്താൽ മതി. 32x ഇൻറ്റു എന്തായിരുന്നു? 1000 ബൈ W1 എത്രയായിരുന്നു? 100. കണ്ടോ നോക്കാം. അപ്പോ വാല്യൂ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. കിട്ടി അല്ലേ? ഓക്കെ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൾഫറിന്റെ മോളിക്കുലർ മാസ് അവർ എടുത്തു പറഞ്ഞു 32. അത് എത്ര നമ്പർ അല്ലേ ഉണ്ട്, ഇത് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 32x ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി എന്തായിരിക്കും? റീഅറേഞ്ച്മെന്റ് അല്ലേ? എക്സിന് പുറത്ത് കൊണ്ടുപോയാൽ പോരെ. x is equal to 3.83 ഡിവൈഡഡ് ബൈ അല്ലേ 0. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കട്ടാകുന്നതൊക്കെ മനസ്സിലായി അല്ലേ? ഓക്കെ. എത്ര ടൈം പോകും? 10 ടൈം അല്ലേ? കണ്ടോ കട്ടായി പോകും അല്ലേ? ഓക്കെ. 2.56 ബൈ 32 ഇൻറ്റു 10 വന്നു. ഇവിടെ എത്ര വരും? 10 അല്ലേ? ഇനി 256 32. അപ്പൊ x is equal to 256 ഡിവൈഡ് ബൈ 32. അപ്പൊ എത്ര കിട്ടും? 8. ഓക്കെ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് മെത്തേഡ് ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ്. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ചില ഗൈഡുകളിൽ അല്ലെങ്കിൽ വേറെ ബുക്കുകളിൽ ചെയ്യണ സമയത്ത് ചെറിയൊരു വ്യത്യാസം വരും. അവര് പറയുന്നതാണ് ഐ വെച്ച് അവർ നോക്കും. ഐ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ എന്ന് പറയും. അപ്പോ ഇവിടെ ഡെൽറ്റ ടി എഫ് എത്രയാണെന്ന് തോന്നുന്നുണ്ട്? 0.383 വരും. ഇവര് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഡെൽറ്റ ടി എഫിന് ആ വാല്യൂ കൊടുക്കാതെ ഈ വാല്യൂ എല്ലാം ഇട്ടിട്ട് ഇവിടെ എക്സ് ഇടില്ല, 32 മാത്രം ഇടും. എന്നിട്ട് ഡെൽറ്റ ടി എഫ് കണ്ടെത്തും. എന്നിട്ട് നമ്മൾ ഐ ഈസിക്കൽ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടല്ലോ, നോർമൽ മോളിക്കുലർ മാസ് ബൈ അബ്നോർമൽ. അപ്പൊ 1/8 കിട്ടും. മനസ്സിലായി? അപ്പൊ 8 ആക്കി എടുക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ രണ്ട് മെത്തേഡാണ്. ആ മെത്തേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. നേരെ എക്സ് ഇടുക കേട്ടോ, ഓർത്ത് നോക്കുക, കണ്ടെത്തുക. അപ്പൊ ആകെ ഒരു കൺഫ്യൂഷൻ എന്താ? ഇവര് മോളിക്കുലർ മാസിന് ഇങ്ങനൊരു സാധനം പുതിയതായിട്ട് തന്നു അല്ലേ, ഓർത്ത് നോക്കുക. അപ്പൊ ആ ടൈപ്പ് ഒന്ന് കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിൽ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇപ്പൊ നിങ്ങൾ ചെയ്തേക്കുന്നത്. സൊല്യൂഷനിലെ ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഫ്രെയിമാണ് ഈ കൊടുത്തേക്കുന്നത്, ഈ ഒരു പേജിലുള്ളത് കേട്ടോ, ഓർത്ത് നോക്കുക. ആ പേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് ഒരു ക്വസ്റ്റൻ വരില്ല. നിങ്ങൾ ഓർത്ത് നോക്കുക, ഒറ്റ ക്വസ്റ്റൻ പോലും അതിന്റെ മുകളിലേക്ക് ചോദിക്കാനായിട്ട് വേറെ അധികം വരില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ചെയ്ത് എടുക്കാനായിട്ട് ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ. വേറൊരു ക്വസ്റ്റനും കൂടി ഉണ്ടായിരുന്നു, ഒരു ഗ്ലോബ് സോൾട്ട് എന്ന് പറഞ്ഞിട്ട്. പേജ് നമ്പർ 10, ക്വസ്റ്റൻ നമ്പർ 86. ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. പേജ് നമ്പർ 10, ക്വസ്റ്റൻ നമ്പർ 86. എല്ലാവരും ഒന്ന് എടുത്തെഴുതി വെച്ചേ. പേജ് നമ്പർ 10, ക്വസ്റ്റൻ നമ്പർ 86. ആ ക്വസ്റ്റൻ ഒന്ന് വായിക്കാം കേട്ടോ, ഓർത്ത് നോക്കുക. ഈ രണ്ടൊരു ക്വസ്റ്റൻ ആണ്, 2014 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ. ബാക്കിയുള്ളതെല്ലാം കോമൺ പാറ്റേണിൽ കിടക്കുന്നതാണ്. അസ്യൂമിങ് എ കംപ്ലീറ്റ് ഡിസോസിയേഷൻ. കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ സോൾട്ട് വെള്ളത്തിലിട്ടാ അല്ലെ, നേരത്തെ കണ്ടില്ലേ? BaCl2 ആണെങ്കിൽ എത്ര? IS3. NaCl ആണെങ്കിൽ 2. Na+CL. അപ്പൊ പറഞ്ഞു അസ്യൂമിങ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ, calculate the expected freezing point of a solution prepared by dissolving 6 gram of globose salt. എന്നിട്ട് തന്നു Na2SO4.10H2O in 0.1 kilogram of water. ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് KF തന്നിട്ടുണ്ട്, ആറ്റമിക് മാസ് ഓഫ് എണ്ണയും ഇത് ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ എത്രയായിരിക്കും? Na2SO4.10H2 എന്ന് പറയുമ്പോൾ 10 നോക്കണോ? വേണ്ട. അപ്പോ Na2SO4 അല്ലെ, 2 എടുക്കുക, 1 എടുക്കുക. അപ്പൊ എന്തായിരിക്കും? 3 ആയിട്ട് വരും. ദെൻ 6 gram ഗ്ലോബൽ സോൾട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ 6 gram എന്ന് പറഞ്ഞാൽ എന്താ? W2 ഉണ്ടോ? സോൾട്ട് ഇൻ അല്ലെ, ഇൻ 0.1 കിലോഗ്രാം വാട്ടർ കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 0.1 എന്തായിരിക്കും? 2 ഉണ്ടോ, ഓർത്ത് നോക്കാം. W2 ആണോ? W1 സോൾവെന്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്നുകൂടി വായിക്കാം, ആ വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ. 6 gram ഗ്ലോബൽ സോൾട്ട് ഇൻ 0.1 കിലോഗ്രാം ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കുക, 6 gram സോല്യൂട്ട് ആണ് W2 അല്ലെങ്കിൽ WB, ഏതാണോ നിങ്ങൾ പഠിച്ചേക്കുന്നത് അത് പറയാം. ദെൻ ആ സോൾവെന്റ് എന്ന് പറയുമ്പോൾ 0.1 കിലോഗ്രാം അല്ലെ, ഓർത്ത് നോക്കുക. എന്ന് പറയുമ്പോൾ
അത് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു അല്ലെ എം. എന്തുകൊണ്ട് ഐ കൊടുത്തതിന്? ഒന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു. ഇനി അത് അങ്ങനെ തന്നില്ല. അങ്ങനെ തന്നില്ലെങ്കിലും നമ്മൾ എന്തെടുത്തേക്കണം? ഐ എടുക്കണം. എന്തുകൊണ്ടാ? സോൾട്ട് ആണ്. എന്തുകൊണ്ടാണ്? സോൾട്ട് തന്നാൽ ഡിസോസിയേഷൻ. കേട്ടോ. ഓക്കെ, അത് ഓർത്ത് നോക്കാം. ഇനി ഇതെടുക്കണ സമയത്ത് ഞാൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ 2 ടിപ്പ് എഴുതി വെക്കാൻ പറഞ്ഞിട്ട് എഴുതി. COH എന്ന് പറഞ്ഞാൽ എന്താ? കാർബോക്സിലിക് ആസിഡ്. COH വന്നാൽ N എത്രയായിട്ട് എടുത്തേക്കണം? 2. COH എവിടെ വന്നാലും, അസോസിയേഷൻ വന്നാലും ഡിസോസിയേഷൻ വന്നാലും N എത്ര എടുക്കണം? 2. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം COHന്റെ ക്വസ്റ്റൻ ആണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. ടെക്സ്റ്റുകളുടെ ബാക്കിൽ കിടക്കുന്നതാണ്. അത് അസോസിയേഷനും വരാം, ഡിസോസിയേഷനും വരാം. COH അങ്ങനെ വന്നാൽ N എത്ര എടുക്കണം? 2. ഇനി കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COHന്റെ അപ്പൊ എപ്പോഴും 2. ഓർത്ത് വെക്കുക. ഡിസോസിയേഷൻ, കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി അസോസിയേഷൻ വന്നാൽ N എത്രയായിരിക്കും? 2. അസോസിയേഷൻ വരുമ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കുമല്ലോ. അപ്പോ അസോസിയേഷൻ വന്നാലും N എത്രയായിരിക്കും? 2. N ആണ്, I അല്ല. അപ്പോ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. വീട്ടിൽ പോയിട്ട് സൊല്യൂഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും രണ്ടായിട്ട് കേട്ടോ കുറച്ച് ചെയ്തിട്ട് ഏകദേശം ന്യൂമറിക്കലിന്റെ ഒരു ഐഡിയയിലേക്ക് പതുക്കെ എത്താം. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ടിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. ഓർത്ത് വെക്കാം. അടുത്ത ക്ലാസ്സിലും എത്ര ഏതാ കൊണ്ടുവരണ്ടേ? 3 കേട്ടോ. ഫാസ്റ്റ് ട്രാക്ക് ഏതൊക്കെ കൊണ്ടുവരണം? സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്തു എന്ന് എനിക്ക് കാണണം. ഓക്കെ, അത് ഇനി കൊണ്ടുപോകുന്ന ഇവാലുവേഷനിൽ ഗ്രൂപ്പിൽ ഇടാൻ പോവാണ് കേട്ടോ. ഓർത്ത് നോക്ക് ഇത്ര കുട്ടികൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു എന്ന് കേട്ടോ. ഓക്കെ, അങ്ങനെ ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് വേണം മൈൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ അയ്യോടാ മൈൻഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, വരാം. ഒരു നോക്കിയാ